Good morning. Good morning, Good ma'am. morning, ma'am. Morning. Good morning, ma'am. Good Good morning. morning, ma'am. Good morning. Good morning, ma'am. Again in Sunday morning. വലിയ സൂപ്പർ ഡൂപ്പർ സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, റിയാലിറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ എൻഡ് ഓഫ് ദ മാം സെഷൻ. നല്ല ഏഞ്ചലിനെ പോലെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. Mashallah. താങ്ക് യു. Mashallah. താങ്ക് യു സോ മച്ച്. ഈ സെഷൻ എൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആരും എന്നെ വഴക്ക് പറയരുത്, കാരണം ഞാൻ കുറച്ച് റിയാലിറ്റി ആണെന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സോ എൻ്റെ സെഷൻ ഒരു കഷ്ടപ്പെട്ട് കുറച്ച് മോട്ടിവേഷൻ ഒക്കെ ആയിട്ട് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ കയറി വന്ന് ആവശ്യമില്ല ഞാൻ മൂടി വെച്ചിരുന്ന കുറെ കാര്യങ്ങളെടുത്ത് പുറത്തിട്ടു എന്ന് മാത്രം ആരും പറയരുത്. ബിക്കോസ് ദിസ് ഈസ് റിയാലിറ്റി. നമ്മൾ ആ റിയാലിറ്റി അറിയുമ്പോഴാണ് നമ്മൾ വിസ്ഡത്തിലേക്ക് എത്തുന്നത്. ദിസ് ഈസ് എ ജേർണി ടുവേർഡ്സ് വിസ്ഡം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പോകാം. റെഡി? Ready. Ready, Ma'am. ready. Yes, ma'am. താങ്ക് യു സോ മച്ച്. ആൻഡ് മാക്സിമം അതായത് നിങ്ങൾക്ക് ക്യാമറ ഓപ്പൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. എനിക്ക് സോ ദാറ്റ് ഐ ക്യാൻ സീ യു. എനിക്ക് ജാൻസി മാമിനെ കാണാം, ദെൻ എനിക്ക് ജൂലിനെ കാണാം, സെബീർ സാറിനെ കാണാം, ബിജോയ് സർജയെ കാണാം, അനുവിനെ കാണാം, രാജിനെ കാണാം, രോഹിണിയെ കാണാം, ഷംനയെ കാണാം, സുനീറയെ കാണാം, പുഷ്പ മാഡത്തിനെ കാണാം, ശക്തിപ്രിയൻ സാറിനെ കാണാം, ഡാലിയെ കാണാം. ഇത്രയും പേരെ എനിക്ക് കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. നമ്മൾ നേരി കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ്രേഷൻ, ലവ്, അഫെക്ഷൻ, കണക്ഷൻ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. നമ്മൾ ഒളിച്ചിരുന്ന് മാറിയിരുന്ന് മേ ബി സം റീസൺ കൊണ്ടായിരിക്കാം, ഞാൻ അങ്ങനെ പറയുന്നില്ല. എനിക്ക് അപ്പം നമുക്ക് ഇങ്ങനെ കാണാൻ നമ്മുടെ ഫുൾ ഇൻവോൾവ്മെന്റ് ഇവിടെ ഉണ്ടാകും. അതർവൈസ് നമ്മൾ പല കാര്യങ്ങളിലും ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. സോ ഐ ഓൾവേസ് സജസ്റ്റ് യു ടു ടേൺ ഓൺ യുവർ ക്യാമറ. അറ്റ്ലീസ്റ്റ് പറ്റുന്ന സമയത്തെങ്കിലും ക്യാമറ ഓൺ ചെയ്തിരിക്കുകയാണെങ്കിൽ അത് ഭയങ്കര സന്തോഷമായിരിക്കും. എൽ സി ജോസ് മാമിനെ കാണാം. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. യെസ്, അപ്പോൾ നമുക്ക് പോകാം. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സംസാരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൗ യു വൂൺസ്, എസ്പെഷ്യലി നമ്മുടെ ഉള്ളിലുള്ള മുറിവുകൾ ലൈഫിലെ 4 പ്രധാനപ്പെട്ട ഏരിയയിൽ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. എന്താണ് വൂണ്ട്, എത്ര ടൈപ്പ് ഓഫ് വൂണ്ടുകളുണ്ട്, അതൊക്കെ നമ്മൾ ഇതിലേക്ക് സംസാരിക്കുന്നുണ്ടാവും. ലൈഫിലെ പ്രധാനപ്പെട്ട 4 ഏരിയയിൽ ഈ വൂണ്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതെങ്ങനെ നമ്മുടെ പിന്തുടർന്നുകൊണ്ട് നമ്മളെ കൂടെ വരുന്നു, ഇതെങ്ങനെ ഓരോ ഏരിയയിലും നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഈ വൂണ്ട് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിൽ. 95% നമ്മുടെ ബിഹേവിയറും ആളുകളുടെ ബിഹേവിയറും റൺ ചെയ്യുന്ന സബ് കോൺഷ്യസ് മൈൻഡ് ത്രൂ ആണെന്ന് നമുക്കറിയാം. സബ് മൈൻഡിന്റെ പ്രോഗ്രാം അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്, കോൺഷ്യസ്ലി അൺകോൺഷ്യസ്ലി. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിംഗ് ഉണ്ടാകുന്ന ആ പ്രോഗ്രാം ഉണ്ടാകുന്നത് മിക്കവാറും 7 വയസ്സിന് മുകളിൽ, 7 വയസ്സിന് മുൻപായിരിക്കും. 7 വയസ്സിന് ശേഷമല്ല, 7 വയസ്സിന് മുൻപ് നമ്മുടെ ലൈഫിൽ ഉണ്ടായ പല കാര്യങ്ങളുമാണ് ഈ പ്രോഗ്രാമിലേക്ക് എടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത്, റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. 95%ഉം റൺ ചെയ്ത് നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മൾ ലൈഫിൽ എങ്ങനെയാണ് ലൈഫിനെ കാണുന്ന രീതി, ലൈഫിനെ റെസ്പോണ്ട് ചെയ്യുന്ന രീതി, ലൈഫിനെ വിശ്വസിക്കുന്ന രീതി എല്ലാം ഇതുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ഇന്നിവിടെ നമ്മൾ പറയുന്ന 4 ഏരിയ എങ്ങനെയാണ്, ഈ പ്രധാനപ്പെട്ട 4 ഏരിയയിൽ ഈ വൂണ്ടുകൾ, ഈ പ്രോഗ്രാമുകൾ എങ്ങനെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു. ഒന്ന്, നമ്മുടെ ബോഡി ഹെൽത്തിനെ എങ്ങനെ, ഏരിയ നമ്പർ 1 ബോഡി ആൻഡ് ഹെൽത്ത്. കാരണം ഈ സ്റ്റോർ ചെയ്ത പെയിൻ എപ്പോഴും നമ്മൾക്ക് ഫിസിക്കലിയാണ് സ്റ്റോർ ചെയ്യുന്നത്, അത് നമ്മളെ ബോഡിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ പെയിൻ എല്ലാം സ്റ്റോർ ചെയ്യുന്ന ബോഡിയിലാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് യു ക്യാൻ ഫീൽ ദ ഫിസിക്കൽ സിംറ്റംസ് ലൈക്ക് ഫെറ്റീഗ് ആകുക, ക്ഷീണിച്ചിരിക്കുക, അതല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാതെ വരിക, ടയേർഡ് ആകുക, അതല്ലെങ്കിൽ ക്രോണിക് ഇൽനെസ്, എപ്പോഴും എന്തെങ്കിലും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക, വെയിറ്റ് കൂടുക, കുറയുക, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാകുക, ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്, ഇംബാലൻസ് ഉണ്ട്. ഇതെല്ലാം ബോഡി എന്ന് പറയുന്നത് നമ്മളോട് പറയാൻ ശ്രമിക്കുകയാണ്, ഈ വൂണ്ടുകളെല്ലാം എനിക്ക് പ്രശ്നമുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും പോയി ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ നമ്മളത് ഇഗ്നോർ ചെയ്യും, അല്ലെങ്കിൽ സെറ്റ് അസൈഡ് ചെയ്യും, അല്ലെങ്കിൽ പാരസെറ്റമോൾ അല്ലെങ്കിൽ ഡോളോ പോലത്തെ ടാബ്ലറ്റ്സ് കഴിക്കുക, അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഡോക്ടറെ കാണും. ഡോക്ടറിന് ഒരു കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല, ഈ വിറ്റാമിൻ ടാബ്ലറ്റ്സ് കഴിച്ചാൽ മതി. പ്ലാസിബോ ആൻഡ് നോസിബോ ഒക്കെ അഫക്റ്റ് ചെയ്ത് നമ്മൾ ഒതുക്കി കൊണ്ടുപോകും. രണ്ടാമത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പിലാണ്. നമ്മുടെ ഊണ്ട് എത്രമാത്രം മുറിവുകൾ നമ്മുടെ ഉള്ളിലുണ്ടോ, ആ ഊണ്ടിന്റെ സെയിം പാറ്റേൺ ആളുകളെ മാത്രമേ നമ്മൾ അട്രാക്ട് ചെയ്യുള്ളൂ.
നമ്മൾ എന്തുകൊണ്ട് പീപ്പിൾ പ്ലീസർ ആകുന്നു, എന്തുകൊണ്ട് നമ്മൾ അതായത് ഇപ്പൊ ആക്ച്വലി നമ്മുടെ ഉള്ളിൽ ഒരു അബാൻഡൻ ചൈൽഡ്ഹുഡ് ഉണ്ടെങ്കിൽ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള പാർട്ണറിനെ നമ്മൾ അട്രാക്ട് ചെയ്യും, ഫ്രണ്ടിനെ നമ്മൾ അട്രാക്ട് ചെയ്യുള്ളൂ. കാരണം നമ്മൾ ഊണ്ടിൽ നിന്നാണ് അത് വർക്ക് ചെയ്യുന്നത്, ഊണ്ടിൽ നിന്നാണ് ലൈഫ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ പ്രധാനപ്പെട്ട 4 ഏരിയ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. റിലേഷൻഷിപ്പിൽ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ അറിയാതെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന എന്താണോ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ പ്രോഗ്രാമിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ മാത്രം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരും, നമ്മുടെ സ്റ്റാഫായിട്ട് കൊണ്ടുവരും, നമ്മുടെ കൊളീഗ്സ് ആയിട്ട് കൊണ്ടുവരും, നമ്മുടെ പാർട്ട്ണറായിട്ട് കൊണ്ടുവരും, എല്ലാം. ഈവൻ വെൻ നമ്മൾക്ക് എത്ര വേദന ഉണ്ടെങ്കിലും ആ അതേപോലത്തെ ആളുകൾ വന്നാൽ നമ്മൾ കംഫർട്ടബിൾ ആണ്. കാരണം ഫെമിലിയർ ആണ്. ഫെമിലിയർ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ദാൻ നമുക്ക് അവോയ്ഡ് പെയിൻ. ബ്രെയിൻ്റെ ഒരു പ്രശ്നം അതാണ്. എത്ര വേദനയാണെങ്കിലും സാരമില്ല, എനിക്ക് അറിയുന്ന വേദനയാണോ, ഐ എം റെഡി ടു ബെയർ. അതാണ് ബ്രെയിൻ നമുക്ക് തരുന്ന ഒരു മെസ്സേജ്. കുഴപ്പമില്ല, ഇത് കുറച്ച് പ്രശ്നമാണ്, എന്നാലും സാരമില്ല. കാരണം ആ പ്രശ്നങ്ങളെല്ലാം പല വേദനകളായിട്ട് നമ്മുടെ ഉള്ളിലിരിപ്പുണ്ട്. ഇനി മണിയിലേക്ക് വന്നാലോ, 3ാമത്തെ ഏരിയ നമ്മൾ പറയുന്ന മണിയാണ്. കാര്യം നമ്മൾ എല്ലാ സെഷനിലും എനിക്ക് തോന്നുന്നു മിക്കവാറുമുള്ള ഈ സെഷൻസിലൊക്കെ ഉബണ്ടൂരിൽ തന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സീലിംഗ്, മണിയുടെ സീലിംഗ് ഇരിക്കുന്ന സെൽഫ് വർത്തിലാണ്. അതാണ് അതിൻ്റെ സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ഓവർ വർക്കിംഗ്, അണ്ടർ ചാർജിങ്, അല്ലെങ്കിൽ സെൽഫ് സബോട്ടേജ് ആയിട്ട് നമ്മളെ തകർത്തുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുക, ഇതെല്ലാം നമ്മളുടെ ലോ സെൽഫ് വർത്ത് ഇതാണ് വരുന്നത്. ലോ സെൽഫ് വർത്ത് വരുന്നത് ഈ യൂണ്ടഡ് സെൽഫിൽ നിന്നാണ്. 4ാമത്തെ ഏരിയ നമ്മൾ കവർ ചെയ്യുന്ന പേർപ്പസ് ആൻഡ് ഐഡന്റിറ്റി. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുകയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യും. ചെറുതായിട്ട് നമ്മൾ വലിയ ഗെയിം ചേഞ്ചിങ് സംഭവം ചെയ്യണമെന്നൊക്കെ മനസ്സിലുണ്ട്, പക്ഷെ നമുക്ക് പറ്റത്തില്ല. അതായത് വിസിബിലിറ്റി നമുക്കൊരു പ്രശ്നമാണ്, ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ള പ്രശ്നമാണ്. മറ്റുള്ളവർ ഇനി ഈ ഒരു 45-ാം വയസ്സിൽ ഞാനൊരു ബിസിനസ് തുടങ്ങിയാൽ, അല്ലെങ്കിൽ 50ാമത്തെ വയസ്സിൽ ഞാൻ പുതിയൊരു കാര്യം ചെയ്താൽ, 50ാമത്തെ വയസ്സിൽ ഞാനൊരു മേക്ക് ഓവർ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും? സ്വപ്നങ്ങൾ ഒരിക്കലും നമ്മളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മളുടെ ഐഡന്റിറ്റിയിൽ നമുക്ക് റിയൽ ആയിട്ട് നമുക്ക് വേണ്ട ഐഡന്റിറ്റിയിലല്ല നമ്മൾ പോകുന്നത്. നമ്മൾ വേറെ ആർക്കോ സാറ്റിസ്ഫൈ ചെയ്യാൻ, വേറെ ആർക്കോ സന്തോഷം കൊടുക്കാൻ, വേറെ ആർക്കോ വേണ്ടിയിട്ട് അവർക്ക് ഓക്കെ ആകാൻ വേണ്ടി ജീവിച്ചു പോകുന്നു. അതുകൊണ്ട് നമ്മുടെ പേർപ്പസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ പേർപ്പസിൽ നമ്മൾ റീച്ച് ചെയ്യുന്നില്ല. മറ്റുള്ളവരുടെ പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ശൃംഖൻ ചെയ്യും. അപ്പൊ ഇത് അങ്ങനെ പതുക്കെ നമ്മൾ ഡിസപ്പിയർ ആയി പോകും. നമുക്കൊരിക്കലും അപ്പിയർ ആകാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ വേറെ ഒരു ഐഡന്റിറ്റിയിലാണ് ജീവിക്കുന്നത്. സോ ഈ ഒരു 4 ഏരിയയിൽ ആണ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ബിഫോർ ദാറ്റ് ഞാൻ വിചാരിക്കുന്നു, എന്താണ് ഊണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഊണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഊണ്ട് എത്ര ടൈപ്പ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ വൂണ്ട് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും നിങ്ങൾക്കറിയാം, നമ്മുടെ മണി, റിലേഷൻഷിപ്പ്, ഹെൽത്ത്, സക്സസ്, എല്ലാ ഏരിയയിലും ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ ഈ സ്ട്രഗിളിനെ ഓവർകം ചെയ്ത് ലൈഫ് സക്സസ് ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ മൈൻഡിലൂടെ ഒരു ചോദ്യം വന്നേക്കാം. കാരണം വൂണ്ടഡ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡുള്ള എത്രയോ പേര് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുണ്ട്, അച്ചീവേഴ്സ് ആയിട്ടുണ്ട്, അക്കംപ്ലിഷ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ലൈഫിൽ, ഇല്ലേ? അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നില്ലേ നിങ്ങളുടെ മൈൻഡിൽ? ഡെഫിനറ്റ് ആയിട്ട് വന്നു. അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം ആദ്യം തന്നെ ഞാൻ തന്നിട്ട് പോകുന്നതല്ലേ നല്ലത്, നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ സ്റ്റക്ക് ഓൺ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് തന്നെ ഞാൻ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോവുകയാണേ. അപ്പോൾ നമുക്കറിയാം, ചില ആൾക്കാർക്ക് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചിലര് വളരെ സക്സസ് ഉണ്ടാകുന്നു. അപ്പൊ നമുക്കറിയാം, സക്സസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും. എത്ര കഷ്ടപ്പെട്ട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും പറ്റും. അപ്പൊ സക്സസ് കിട്ടാൻ ആളുകൾക്ക് ഒരു നോളജിന്റെ കുറവ് കൊണ്ടല്ല സക്സസ് ഉണ്ടാക്കാൻ പറ്റാത്തത്. അപ്പൊ നോളജ്, എഫേർട്ട് ഇടുന്നുണ്ടാവും, ചിലർ വിസിബിൾ ആവുന്നുണ്ടാവും. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ ആദ്യം തന്നെ ഫസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയാൻ പോവാണ്. ചില ആൾക്കാർ പിന്നെ ലൈഫിൽ സക്സസ് ആവുന്നതെന്ന് വെച്ചാൽ എല്ലാ ഏരിയയിലും സക്സസ് ആവും. അത് സക്സസ് ആവുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അവര് എത്ര ഏത് എഫേർട്ടിലും അവര് കഷ്ടപ്പെടുന്ന എന്തിനാണെന്നറിയാമോ? അവരെ പ്രൂവ് ചെയ്യാനാണ്. സോ ദേ വാണ്ട് ടു പ്രൂവ് ദംസെൽസ്. ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഇവരുടെ ഉള്ളിൽ ആ ഊണ്ട്,
ആ ഊണ്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നത് അവർക്ക് അവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് സക്സസ് അല്ല, ആക്ച്വലി പലപ്പോഴും അവരുടെ എയിം എന്ന് പറയുന്നത് സക്സസ് അല്ല, ഈ ഊണ്ടിൽ നിന്നും പുറത്ത് വരാൻ വേണ്ടിയിട്ട് അവരവരെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് പല ആൾക്കാരും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ സക്സസിലേക്ക് പോകുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ എഗെയിൻ കർണനെ ഒരു പ്രാവശ്യം കൂടെ കൊണ്ടുപോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് കർണൻ. ഈ കർണൻ ഒരുപാട് ഊണ്ട് ഓഫ് റിജക്ഷൻ ആണ് കർണൻ ഫേസ് ചെയ്തിട്ടുള്ളത്. അത് കർണന്റെ സക്സസ്സിൽ, റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ഈ ഐഡന്റിറ്റിയിൽ എല്ലാം, ഡിസിഷൻ മേക്കിങ്ങിലെല്ലാം അത് വന്നിട്ടുണ്ട്. അത് മോഡേൺ വേൾഡിൽ ഒരുപാട് കർണന്മാരുണ്ട്. കാരണം നമുക്ക് കർണൻ എന്ന് നമുക്ക് പറയുമ്പോൾ ഒരു ഭയങ്കര വാറിയറാണ്. മഹാഭാരതത്തിലെ വലിയൊരു വാറിയറാണ് കർണൻ. വലിയ ടാലന്റഡ് ഉണ്ട്, കറേജിയസ് ആണ്, ഭയങ്കര ഇന്റലിജന്റ് ആണ്. പക്ഷേ ലൈഫ് മുഴുവൻ അദ്ദേഹം കൊണ്ടുവരുന്നൊരു ഊണ്ടുണ്ട്, ഐ ആം നോട്ട് അക്സെപ്റ്റഡ്. എന്നെ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് കഥ അറിയാം. ഒരു അബാൻഡൻ ചൈൽഡ്ഹുഡാണ്, വലിയൊരു ഫാമിലിയിലാണ് ജനിച്ചെങ്കിൽ പോലും ആ ഐഡന്റിറ്റിയിൽ ഡൗട്ടായിരുന്നു. കർണന് സൊസൈറ്റി റിജക്റ്റ് ചെയ്തു. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ക്യാരക്ടറാണ് കർണൻ. അദ്ദേഹം വളരെ ഈവൻ ഇറ്റ് ഈസ് എ സ്റ്റോറി ഓർ എൻ എപ്പിക് എന്ത് തന്നെയാണെങ്കിലും അതൊരു മോഡേൺ വേൾഡിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് കർണന്മാരുണ്ട് ഇന്നിവിടെ. എത്ര പവർഫുൾ ആണെങ്കിലും ആ ഊണ്ട് മനസ്സിൽ നിൽക്കും. അപ്പൊ ഇത് എങ്ങനെയാണ് ചില ആൾക്കാർക്ക് സക്സസ് ഉണ്ടാകുന്നത്? അതായത് അവരെത്ര കേപ്പബിൾ ആണെങ്കിലും കോൺസ്റ്റന്റ്ലി അവര് അറിയാതെ തന്നെ എന്താ പറയുക, അവര് പ്രൂവ് ചെയ്യണം, ഞാൻ ഇതാണെന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഇന്നർ തോട്ട് അവരുടെ ഉള്ളിൽ വരും. ആക്ച്വലി കർണൻ ഇത്രയും വലിയ ആളായിട്ടും അദ്ദേഹം എപ്പോഴും ആ പെയിൻ കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. മിക്കവാറും ഹൈ അച്ചീവേഴ്സ് എല്ലാം, അച്ചീവ് ചെയ്തവരെല്ലാവരും അവരുടെ പെയിൻ കോമ്പൻസേറ്റ് ചെയ്യാനാണ് അവരിതൊക്കെ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഹിഡൻ സൈക്കോളജി അതാണ്. അവർ സക്സസ് ചേസ് ചെയ്തായിരിക്കണമെന്നില്ല, കാരണം അവർക്ക് പെയിനെ കോമ്പൻസേറ്റ് ചെയ്യണം. ദേ വാണ്ട് ടു പ്രൂവ് ദംസെൽസ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് കാര്യം. കർണൻ എത്രയോ സ്ഥലത്ത്, കർണൻ അറിയാം ചില സ്ഥലങ്ങളില് കർണൻ ഇപ്പൊ ദ്രോണാചാര്യര് ചെയ്യുന്ന കാര്യം അത്ര കറക്റ്റ് അല്ല എന്ന് അറിഞ്ഞിട്ടും അവിടെ നിന്ന് മാറിപ്പോകാതെ നിൽക്കുന്ന എന്തുകൊണ്ടാണ്? കാരണം അവിടെ സക്സസ് ഉണ്ടാകണം, അല്ലെങ്കിൽ വേറൊന്നും ചെയ്യാൻ പറ്റില്ല, ഡിസിഷൻ എടുക്കാൻ അവിടെ പറ്റില്ല. ആ പെയിനിൽ നിൽക്കുന്നത് കൊണ്ടാണ് പല സന്ദർഭങ്ങളിലും. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്നതിലാണെങ്കിലും സെൽഫ് വർത്ത് കാണിക്കുന്നതിൽ എല്ലായിടത്തും ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അവർ സക്സസ് ചേസ് ചെയ്തതുകൊണ്ടല്ല, പെയിനെ ഓവർകം ചെയ്യാൻ ട്രൈ ചെയ്തത് കൊണ്ടാണ് അവർക്ക് വിജയിക്കാൻ പറ്റില്ല. പക്ഷെ മൈ ക്വസ്റ്റ്യൻ ഈസ്, എല്ലാവർക്കും ക്യാൻ എവരിബഡി ഡു ലൈക്ക് ദാറ്റ്? പറ്റത്തില്ല. എല്ലാവർക്കും ആ പെയിൻ അങ്ങനെ പെയിൻ അത് സക്സസ് ചെയ്തതിന്റെ പെയിനെ മറിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് ഉയരാൻ പറ്റത്തില്ല. നമ്മൾ ഈ പറയും ഐസ്ബർഗ് തിയറി, സാധാരണ എല്ലാവരും കേൾക്കുന്നത് ഐസ്ബർഗിന്റെ ഒരു മെറ്റഫർ കേൾക്കുന്നതാണ്. അതായത് ആളുകൾ കാണുന്നത് ചില നോർമലി മനുഷ്യരുടെ ലൈഫ് എടുത്ത് നോക്കുമ്പം എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണ്. കാരണം ആളുകൾ കാണുന്നത്, ചിലപ്പോൾ അവർ പറയുന്നത് എനിക്ക് ഒരുപാട് കടമുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പറയും എനിക്ക് ആങ്സൈറ്റി കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ കാര്യങ്ങൾ നീട്ടി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പിൽ ഞാൻ പല റിലേഷൻഷിപ്പും എടുത്ത് നോക്കുമ്പോൾ, ഒരു പാറ്റേൺ എടുത്ത് നോക്കുമ്പോൾ ഞാൻ പലയിടത്തും ഫെയിലിയറാണ്, അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻസിൽ, ഇതാണ് അവരുടെ പ്രശ്നങ്ങളായിട്ട് പറയുന്നത്. പക്ഷെ ഇത് ഈ ഐസ്ബർഗ് തിയറിയിൽ നമ്മൾ പറയല്ലേ, ഈ ഐസ് വെള്ളത്തിലിട്ടാൽ ഒരു 5% മാത്രമാണ് മുകളിൽ കാണുന്നത്, 95% ആ വെള്ളത്തിന് അടിയിലാണ്. യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് അണ്ടർനീത്താണ്. ഈ വെള്ളത്തിന് അടിയിൽ കിടക്കുന്ന ഐസിനകത്ത് ആണ് ഏറ്റവും മേജർ പോർഷൻ എന്ന് പറയുന്നത് പോലെ, ഒരു ഐസ് ക്യൂബ് എടുത്ത് വെള്ളത്തിലിട്ട, ഐസ്ബർഗ് തിയറി അതാണ്. നമ്മൾ പറയുന്നു ഈ കോൺഷ്യസ് സബ് കോൺഷ്യസ് മൈൻഡ് പറയും 5 അല്ലെങ്കിൽ 10% മാത്രമേ മുകളിൽ കാണാൻ പറ്റുള്ളൂ, അതാണ് കോൺഷ്യസ് മൈൻഡ്. 90% ആണ് അടിയിലുള്ളത്, വെള്ളത്തിന് അടിയിലുള്ള അത്രയും പാർട്ട് ഐസ് ക്യൂബിന്റെ, അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് പോലെ. 5% പ്രോബ്ലം മാത്രമാണ് അവർ കാണുന്നത്. പക്ഷെ 90% ഈ വെളിയിൽ കാണുന്ന പ്രശ്നത്തിനേക്കാൾ ഉള്ളിലാണ് അവരുടെ യഥാർത്ഥ പ്രോബ്ലം ഉള്ളത്. അതിൻ്റെ ഉള്ള കാരണം എന്ന് വെച്ചാൽ റിജക്ഷൻ ഉണ്ടാകാം, കുട്ടിക്കാലത്ത് നമ്മൾ ഒറ്റപ്പെടലുണ്ടാകാം, അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് അനുഭവിച്ച ഷെയിം ഉണ്ടാകാം, ബിട്രേൽ ഉണ്ടാകാം, നിഗ്ലക്റ്റ് ചെയ്തതുണ്ടാകാം, അല്ലെങ്കിൽ
എനിക്കൊരു വേർത്ത് ഇല്ല, എന്നെ ആരും വാല്യൂ ചെയ്യുന്നില്ല, എന്നെ ആരും കൺസിഡർ ചെയ്യുന്ന, ഇതാണ് ആക്ച്വലി പ്രോബ്ലം. ഇതാണ് ഈ ഈ ഈ ഈ നമ്മൾ കാണുന്ന വിസിബിൾ പ്രോബ്ലം അല്ല യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം. യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം ഈ ഇൻവിസിബിൾ പ്രോബ്ലമാണ്. അപ്പൊ ഈ ഇൻവിസിബിൾ പ്രോബ്ലം നമ്മൾ അറിയത്തില്ല. നോർമൽ ലൈഫിൽ നമ്മളത് ശ്രദ്ധ കൊടുക്കത്തില്ല. അത് അറിയണമെങ്കിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വൂണ്ടാണ്. 4 ഏരിയയിൽ വൂണ്ട് എങ്ങനെ അഫക്റ്റ് ചെയ്യും. ഞാൻ ആദ്യം പറയാൻ പോകുന്ന 3 ടൈപ്സ് ഓഫ് വൂണ്ടുകളെ കുറിച്ചാണ്. 3 തരത്തിലുള്ള വൂണ്ടുകളെ കുറിച്ചാണ് പറയുന്നത്. അല്ലേ, പോകാം? റെഡിയാണോ? റെഡി? എത്ര പെർസെൻറ്റേജ് മൈൻഡ് ഇവിടെ ഉണ്ട്? 10 on 10? 10 മൈൻഡ് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ അടുത്ത ഈ ഊണ്ട് പറഞ്ഞു തീരുന്നത് വരെയും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. ആ ഒരു പ്രോമിസ് ഞാൻ എടുത്തുകൊണ്ട് ഞാൻ ഊണ്ടിലേക്ക് പോകാൻ പോവാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഊണ്ടെന്ന് പറയുന്നത് എന്താണ് ഊണ്ടെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് സംഭവിക്കുന്ന ഒരു സാധനം, മുറിവ്, വേദന, അല്ലെങ്കിൽ ഒരു മുറിവ് എന്ന് പറയുന്നത് നമുക്ക് സംഭവിക്കുന്ന ഒരു സാധനം മാത്രമല്ല. അതായത് നമ്മൾ ആ മുറിവിൽ നിന്നും നമ്മൾ എടുക്കുന്ന ചില വിശ്വാസങ്ങളുണ്ട്. ഇതെന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു, ഈ മുറിവ് ഉണ്ടാകാനുള്ള റീസൺ ഇതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്ന ചില വിശ്വാസങ്ങളുണ്ട്. അപ്പോ നമ്മൾ പറയത്തില്ലേ, ചില മുറിവുകൾ ശരിക്കും പറഞ്ഞാൽ ആ മുറിവിനെ നമുക്കത് ഗ്രീഫിലേക്ക് പോയി അല്ലെങ്കിൽ ആ പേയിലേക്ക് പോയി നമുക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകാം. പക്ഷെ ചില വിശ്വാസം അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ചില വിശ്വാസമുണ്ട്. ദ ബിലീഫ് അബൌട്ട് യുവർ സെൽഫ് ദാറ്റ് ഫോംഡ് ബിക്കോസ് ഓഫ് വാട്ട് ഹാപ്പൻഡ്. അതായത് ഈ മുറിവ് എനിക്ക് എന്തുണ്ടാകുന്നതിന് റീസൺ എന്താണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ചില വിശ്വാസങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പലയിടത്തും ചില നഷ്ടങ്ങൾ, ലൈഫിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു ലേഡി വന്നിരുന്ന് പറഞ്ഞതാണ്, എൻ്റെ അമ്മ സുഖമില്ലാതിരുന്നു, ഒരു 3-4 ദിവസമായിട്ട് പനി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇന്നും എന്നെ അലട്ടുന്ന 9 വർഷമായി അവർ മരിച്ചിട്ട്. എന്നെ ഇന്നും അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആ പനി ഉണ്ടായിരുന്നു അറിഞ്ഞപ്പോൾ എനിക്ക് ആദ്യമേ ഞാൻ കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു പക്ഷേ രക്ഷിക്കാമായിരുന്നു. എല്ലാ ഗ്രീഫിലും ഇഫ് സംബഡി ലോസ്റ്റ് വെരി ക്ലോസ് ടു അസ്, നമുക്കൊരു ഗിൽട്ട് ഉണ്ടാവും, ഒരു റിഗ്രഷൻ ഉണ്ടാവും. ഇത് നമ്മളുടെ ഒരു വിശ്വാസമായിരിക്കും. ഇത് നമ്മളാണ് അതിന്റെ റെസ്പോൺസിബിൾ, അല്ലെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു. ഈ ഊണ്ട് ഇതുപോലത്തെ ഈ ഊണ്ടെന്ന് പറയുന്ന പല തരത്തിലാണ്. ഞാൻ പറയുന്നത് ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ലോസ് ഊണ്ടാണ്. നമുക്ക് ദ പീപ്പിൾ ഐ ലവ് ലീവ് മീ ഓർ ടേക്കൺ ഫ്രം മീ, നമ്മുടെ അടുത്തുനിന്ന് ഒരാള് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഊണ്ട്. ഒരു പക്ഷെ അത് നമ്മളുടെ ഒരു അസറ്റ് ആകാം, ഒരു വ്യക്തിയാകാം. അല്ലെങ്കിൽ അത് നമ്മുടെ അടുത്തുനിന്ന് പോകുമെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് നഷ്ടപ്പെടും. ഒരു വിജയം, ഒരു വലിയൊരു പൊസിഷൻ ആകാം, അല്ലെങ്കിൽ നമ്മുടെ പോയ നമ്മുടെ പാരൻസ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങളാകാം. പെട്ടെന്ന് നമ്മളെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ഇതൊരു ലോസ് മാത്രമല്ല. ഇതെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് അവൻ്റെ പാരൻസിനെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പൊ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം എൻഡ് ചെയ്യാണ്. കുട്ടി വിശ്വസിച്ചിരുന്ന ഒരാളെ നഷ്ടപ്പെടുകയാണ്, സ്നേഹം എൻഡ് ചെയ്യാണ്, ഇനി ആരെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് അറിയാതെ പോവുകയാണ്. അപ്പോൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ സ്കാറ്റർ ചെയ്ത് പോവുകയാണ് ആ ലോസ് എന്ന് പറയുന്നത്. അതായത് ദ ലോസ് വൂണ്ട്, അതാണ് ഒന്നാമത്തെ വൂണ്ട് ഞാൻ പറയുന്നത്. ഒന്നാമത്തത് ഒരാളെ അല്ലെങ്കിൽ ഒരു പൊസിഷൻ നഷ്ടപ്പെടുന്നു. അപ്പൊ നമുക്കത് ഇതൊരു ഡ്രമാറ്റിക് ഇവന്റ് ഒന്നും അല്ല. ആക്ച്വലി ഇത് എന്ന് പറയുന്നത് നമ്മളെ ഫിസിക്കലി നമ്മളവിടെ പ്രസന്റ് ആയിരിക്കും, പക്ഷെ ഇമോഷണലി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇമോഷണലി ആബ്സെന്റ് ആയിരിക്കും. ഈ ലോസ് വൂണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നമുക്കൊന്ന് എന്താ പറയേണ്ടത്, ഒരു ഡിപ്രഷൻ ഒന്നും അപ്പുറത്തേക്ക് നമുക്ക് ആ ഒരു നഷ്ടപ്പെട്ടതിലേക്ക് നമുക്ക് ഒരിക്കലും റീച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒരു കുടുംബത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു പിതാവ് നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിലേക്ക് എത്തിപ്പെട്ടുന്നു, ഒരു ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ച് ജീവിക്കുന്നു, ഹസ്ബൻഡ് ഡിവോഴ്സ് ചെയ്തപ്പോൾ കുട്ടികളും അമ്മയും മാത്രമാകുന്നു. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ പറ്റത്തില്ല. കാരണം ആ ഒരു ചാപ്റ്റർ എൻഡ് ചെയ്യാണ്. ആ കുട്ടികളിൽ നിന്ന് നമ്മൾ നോക്കണം. ആ സമയം ഒരു സിബ്ലിംഗ് നഷ്ടപ്പെട്ട് പോകുന്ന ഒരാൾക്ക് പിന്നെ ഒരു സിബ്ലിംഗ് എന്ന് പറയുന്ന സിബ്ലിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഭയങ്കര മീനിങ് ഫുൾ ആണ്. ഒരു കുട്ടീൻ്റെ വളർച്ചയ്ക്ക് ഒരു സിബ്ലിംഗ് റിലേഷൻഷിപ്പ് എല്ലാ ഏരിയയിലും ആവശ്യമാണ്.
ഇപ്പൊ എല്ലാ ലോസും ഇതുപോലെ ഈ ഊണ്ട് ഗ്രീഫ് ചെയ്തില്ല എങ്കിൽ നമുക്ക് നമുക്ക് പിന്നീട് ഉണ്ടാകുന്ന ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഒരു പാരന്റിനെ നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഡിവോഴ്സ് ആവുന്ന പാരന്റ്സ്, ഡിസ്ഫങ്ഷണൽ ഫാമിലി, സിംഗിൾ ചൈൽഡ് ഒക്കെ ആയിട്ട് വരുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡോണ്ട് ഗെറ്റ് ടു അറ്റാച്ച്ഡ്. അവരൊരു ബിൽഡ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഇതാണ്. അവരുടെ ഊണ്ട് പറയുന്ന ഇതാണ്, ആരുമായിട്ടും അധികം അടുക്കാതിരിക്കുന്നതാണ് നല്ലത്, ഒന്നും കൂടുതൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ആരെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ സ്നേഹിച്ചാൽ അത് നമുക്ക് നഷ്ടപ്പെടും. ഇതാണ് ആ ഊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ബെറ്റർ ടു ലീവ് ബിഫോർ ദേ ലെഫ്റ്റ്. നമ്മൾ ഒരുപാട് സ്നേഹിച്ചാൽ അത് കൂടെ കൊണ്ടുവരണമെന്നില്ല. ഇതാണ് ആ ഊണ്ട് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് നമ്മളെ ബോഡി എഫക്റ്റ് ചെയ്യും, മണി എഫക്റ്റ് ചെയ്യും, റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യും, പേർപ്പസിനെ എഫക്റ്റ് ചെയ്യും, എല്ലാ ഏരിയയിലും എഫക്റ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു ഊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ബോഡി ടൈറ്റ് ആവും, തോട്ട് നമ്മൾ ഒരു ഭയങ്കര നമുക്ക് സംസാരിക്കാൻ പറ്റാതെ നമ്മൾ ആങ്സൈറ്റി ഉണ്ടാകും. മണിയിൽ ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്ന വെച്ചാൽ, നമുക്ക് ഒരിക്കലും ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിലേക്കൊന്നും നമ്മൾ പോകത്തില്ല. ലോങ് ടൈം സക്സസ് കിട്ടുന്ന, ലോങ് ടൈം നമ്മളെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്കും പോകില്ല. കാരണം എന്താണ് അർത്ഥമുള്ള ജീവിതത്തിൽ? ഇങ്ങനെ ഒരു ഒരു ടോക്കായിരിക്കും, ഒരു ഇന്നർ കോൺവെർസേഷൻ ആയിരിക്കും നമ്മളിലേക്ക് വരിക. അപ്പോൾ ലോങ് ടൈം ആയിട്ട് ലൈഫ് ഈസ് ഷോർട്ട്, ഒന്നും നിലനിൽക്കുന്നില്ല, ഈ ഒരു തോട്ടാണ്. ഇത് പതുക്കെ പതുക്കെ സ്കേഴ്സിറ്റിയിലേക്ക് പോകും. ഇനി റിലേഷൻഷിപ്പിലാണെങ്കിലോ അൺഅവൈലബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പാറ്റേൺ ആയിരിക്കും എടുക്കുന്നത്. അതായത് നമ്മൾക്ക് സ്നേഹം തരാൻ ആരെങ്കിലും അഡൾട്ടായിട്ട്, ഈ കുട്ടി എക്സ്പീരിയൻസ് ചെയ്ത് അഡൾട്ടായിട്ട് വരുമ്പോൾ അവരെ പുഷ് പേ ചെയ്യും. കാരണം അവർക്ക് ആ ഒരു ഊണ്ടിലിരിക്കുന്നതാണ് ഒരു സുഖം, ഒരു കംഫർട്ട്. പുതിയൊരു സ്നേഹം എനിക്ക് വലിയ മാറ്റം ഉണ്ടാക്കണ്ട എന്നൊരു നീഡ് അൺകോൺഷ്യസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഡെഫിനറ്റ് ആയിട്ട് അവർക്കൊരു വലിയ ഡിഫിക്കൽറ്റി ടു കമ്മിറ്റിങ് എ ഡ്രീം. ഒരു ഡ്രീം ഉണ്ടാകാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യാനോ പോലും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഊണ്ട് നമ്പർ 2, ഊണ്ട് ടൈപ്പ് നമ്പർ 2, ഷെയിം ഊണ്ട്. സംതിങ് ഫണ്ടമെന്റലി റോങ് വിത്ത് മീ. അതാണ് നമുക്ക് എന്തോ എനിക്കൊരു പ്രശ്നമുണ്ട്. ഒരു ഷെയിം ഊണ്ടെന്ന് പറയുന്ന മോസ്റ്റ് കോമൺ ആൻഡ് മോസ്റ്റ് ഡാമേജിങ് ആണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരുപാട്, ഇപ്പം ഗ്രീഫ് ആണെങ്കിൽ ഓൺസ് അക്സെപ്റ്റ് ചെയ്തു, ആ ഗ്രീഫിന്റെ സ്റ്റേജിലൂടെ കടന്നുപോയി, ഗ്രീഫ് നമ്മൾ എടുത്തു, നമ്മളൊരു ലൈഫിനൊരു മീനിങ് ഉണ്ടാക്കി, ഒരു പേർപ്പസ് ഉണ്ടാക്കി നമുക്ക് തിരിച്ചു വരാം. വി ക്യാൻ ഡു ലോട്ട് ഓഫ് തിങ്സ് ദെയർ. കുറച്ച് ടൈം എടുക്കും, ഡെഫിനറ്റ് ആയിട്ട് ടൈം എടുക്കും. പക്ഷെ ഈ ഷെയിം ഉണ്ടെന്ന് പറയുന്നത് എനിക്കെന്തോ, നമ്മളെപ്പോഴും നമുക്ക് മോശം സംഭവിക്കുമെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ ഞാനൊരു മോശമാണ്, എനിക്കൊരു മോശം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും. അയ്യോ മോശം സംഭവിക്കില്ല, നല്ലതുകൊണ്ട്. പക്ഷെ ഞാനേ ഒരു മോശമാണ് എന്നുള്ള ഒരു ഫീലിംഗ് ആണ് ഷെയിം കൊണ്ട് തരുന്നത്. അതായത് ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കോർ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഞാൻ അത്ര നല്ലതല്ല. അത് നമ്മൾ ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മളിൽ കിട്ടിയിട്ടുള്ള വേർഡ്സിൽ നിന്നും, അല്ലെങ്കിൽ നമ്മളെ ട്രീറ്റ് മീൻസ് മറ്റുള്ളവർ നമ്മളെ ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചിലർ സൈലൻസ് പോലും ഞാൻ അത്ര നല്ലതല്ല എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടാക്കും. അതായത് ചിലപ്പോൾ നമ്മൾ പറയും നീ കുറച്ച് കൂടുതലാണെന്ന് കേട്ടായിരിക്കും നമ്മൾ വളർന്നത്, അല്ലെങ്കിൽ നമ്മൾ കേട്ട് വന്നത് നീ അത്ര പോരാന്നായിരിക്കും, അല്ലെങ്കിൽ നീ ശരിയല്ല എന്നായിരിക്കും, നിന്നെ കൊണ്ട് പറ്റില്ല എന്നായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് സ്നേഹം നിഷേധിച്ചുകൊണ്ടായിരിക്കും. ഇതിലൂടെയായിരിക്കും കുട്ടിയായിരിക്കും നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ നമുക്ക് തന്നെ നമ്മളെ പൊസിഷൻ ചെയ്യാൻ പറ്റത്തില്ല. അഡൾട്ട് ആകുമ്പോൾ നമുക്ക് നമ്മളെ പൊസിഷൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഇത് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ മൈൻഡിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ക്രിറ്റിസിസം. അപ്പോൾ നമുക്ക് കൊണ്ടാകുന്ന ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എല്ലാം തെറ്റായിട്ടായിരിക്കും പറയുന്നത്. അതുപോലെ നമ്മൾ കമ്പയറിങ്ങിന് വിധേയമാകുക. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഷെയിം കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ കൾച്ചറൽ മെസ്സേജസ് ഉണ്ട്. ഗേൾസ് ഇങ്ങനെ ആയിരിക്കണം, ബോയ്സ് ഇങ്ങനെ ആയിരിക്കണം, ആൺകുട്ടികൾക്കാകാം, ഗേൾസ് ഇങ്ങനെ ആയിരിക്കും. കൾച്ചറൽ ആയിട്ടുള്ള ചില മെസ്സേജസ്, ഇങ്ങനെ എത്ര ഇടത്ത് വിസിബിൾ ആകാം, എത്ര ഇടത്ത് വിസിബിൾ ആയിക്കൂടാ, പെൺകുട്ടികൾക്ക് എത്ര കൊടുക്കാം, പെൺകുട്ടികൾക്ക് ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ ഈ ഗേൾസിന് എന്തുകൊണ്ട് ഇതൊക്കെ പാടില്ല. ഇപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അവിടെ ഞാൻ ഒരിക്കലും ഫെമിനിസം അല്ല പറയുന്നത്, പക്ഷേ ഗേൾസും ബോയ്സും സെയിം ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു വൂണ്ടാണ് ഷെയിം വൂണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു
നമ്മളെ സെൽഫിനോട് നമ്മൾ റിജക്റ്റ് ചെയ്യും. നമ്മളെ സെൽഫിന് ഇതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ കഴിവുണ്ടെങ്കിൽ പോലും നമുക്ക് ആ കഴിവിനെ പെർഫോമൻസിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം ഞാൻ നല്ലതല്ല. അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ ഈ നമ്മുടെ മനസ്സിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നീ ആരെന്നാണ് നിന്റെ വിചാരം? നമ്മളെ അകത്തുനിന്ന് പറയണേ, കൂടുതൽ ഷൈൻ ചെയ്യാൻ പോകരുത്. ആളുകൾ നിന്നെ കാണുമ്പോൾ വല്ലതൊക്കെ പറയും, നീ ഇങ്ങനെ ചെയ്യരുത്. നീ യഥാർത്ഥ നീ എന്താണെന്ന് ആളുകൾ അറിഞ്ഞാൽ നിന്റെ കൂടെ ആളുകൾ നിൽക്കത്തില്ല. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ ചെയ്യും. കുറേ കഷ്ടപ്പെടണം. നീ കഷ്ടപ്പെടാതെ സക്സസ് ആകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ ചെറുതായിരുന്നാൽ മതി. നമ്മളെ മൈൻഡ് നമ്മളോട് പറയുന്നതാണ്. ഇതും ബോഡി എഫക്റ്റ് ചെയ്യും, മണി എഫക്റ്റ് ചെയ്യും, റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യും. ഈ 4 ഒരുപാട് ഏരിയകളിൽ എഫക്റ്റ് ചെയ്യും. ക്ലിയർ? ഞാൻ അത്രയും ഡീറ്റെയിലിങ്ങിലേക്ക് ഒരുപാട് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് കുറച്ചുകൂടെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ടൈമിൻ്റെ ഒരു കൺസ്ട്രെയിൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഷെയിം കൊണ്ട് എങ്ങനെയാണ് മണി എഫക്റ്റ് ചെയ്യുന്നത്? നമ്മളെ ഫിസിക്കലി ഷ്രിങ്ക് ചെയ്യും ഷെയിം കൊണ്ട് വന്നു കഴിഞ്ഞാൽ. നമ്മൾ സെൽഫ് ക്രിറ്റിസിസത്തിന്റെ മിററിലൂടെ മാത്രമേ നമ്മൾ ലോകത്തെ കാണൂ. ശരിക്കും പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് വരുന്നത് പോലും റിസർച്ച് പറയുന്നത് ഈ ഷെയിം എന്ന് പറയുന്ന ഊണ്ടിൽ ഒരുപാട് കാലം നിൽക്കുന്നുണ്ടെന്നാണ്. ബോഡി തന്നെ ബോഡി അറ്റാക്ക് ചെയ്യും. അതാണല്ലോ ഓട്ടോ ഇമ്മ്യൂൺ. ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടുന്ന ആ ഒരു സിസ്റ്റം ബോഡിക്ക് എഗെയിൻസ്റ്റ് ആകും. അതായത് നമ്മൾ മിറർ ചെയ്യാണ്, നമ്മളെ തന്നെ സെൽഫ് അറ്റാക്ക് ചെയ്യുന്ന ഒരു പൊസിഷനിലേക്ക് നമ്മൾ ഇപ്പൊ ലേറ്റസ്റ്റ് ഒരുപാട് ഓട്ടോ ഇമ്മ്യൂൺ ഇഷ്യൂസ് കേൾക്കുന്നുണ്ട് ഒത്തിരി പേർക്ക്, ഇല്ലേ? കേട്ടിട്ടില്ലേ? സപ്രസ്ഡ് ഇമോഷൻസ് എന്ന് പറയുന്നുണ്ടല്ലോ അതിന് റീസൺ. നമ്മൾ തന്നെ, അതായത് നമ്മളെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആ സിസ്റ്റം, ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് എഗെയിൻസ്റ്റ് ആകും. അത് ഈ ഷെയിമിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നീ ആരാണെന്നാണ് നിന്റെ വിചാരം? നീ വെറുതെ ആവശ്യമില്ലാതെ പോകല്ലേ. നീ എത്രയോ കേട്ടിട്ടുള്ളതാണ് നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന്. വീണ്ടും നീ ട്രൈ ചെയ്യണേ. ഉള്ളിൽ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ ഒരു ലാംഗ്വേജ് കേൾക്കണമെന്നില്ല. ഉള്ളിൽ കുറേ മണിച്ചിത്രത്തായിട്ട് പൂട്ടിയിരിക്കുന്നതാണ്. ആ ഡോറുകൾ തുറന്നാലേ നമ്മൾ അവിടെ എത്തുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? ഇതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് കിട്ടുന്ന ഒരു സാധനമാണ് സൂപ്പർ ഡ്യൂപ്പർ മോട്ടിവേഷൻ. രാവിലെ നമ്മൾ മോട്ടിവേഷനിലേക്ക് കയറിയിരിക്കുമ്പോൾ ഞാൻ അതാണ്, ഞാൻ ഇതാണ്, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഭയങ്കര പോസിറ്റീവ് അല്ലേ, ഞാൻ ഭയങ്കര സംഭവമല്ലേ, ഞാൻ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ എൻ്റെ എനർജി ഞാൻ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യും. എനർജി, പോസിറ്റിവിറ്റി, ഇത് ശരിക്കും ആഴത്തിൽ മനസ്സിലാക്കാതെ അതിൻ്റെ പുറകെ പോകണമെങ്കിൽ ലൈഫ് നഷ്ടപ്പെടും. വർഷങ്ങൾ ഇത് റിയലൈസേഷൻ വരുന്ന ഒരു സമയം വരും. അപ്പോൾ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ടാകും. വീണ്ടും ഇത് അക്യുമുലേറ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിലാണ്, നമ്മുടെ മൈൻഡിലാണ്, നമ്മുടെ ഇമോഷനിലാണ്, നമ്മുടെ ലൈഫിലാണ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. സോ പ്ലീസ് ഗോ ഡീപ്പർ ലെവലിൽ നമ്മൾ വർക്ക് ചെയ്താൽ മാത്രം. കാരണം എല്ലാവർക്കും ഇപ്പോൾ കാര്യങ്ങൾ അറിയാം, നന്നായിട്ട് കാര്യങ്ങൾ അറിയാം, കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. സംതിങ് മോർ ദാൻ ദാറ്റ്. ഇതിൻ്റെ യഥാർത്ഥ സയൻസ് എന്താണ്, ഇതിൻ്റെ സൈക്കോളജി എന്താണ്, ഇതിൻ്റെ സോഷ്യോളജി എന്താണ്, ഇതിൻ്റെ ന്യൂറോ സയൻസ് എന്താണെന്ന് അറിയുകയാണെങ്കിൽ വി ക്യാൻ കറക്റ്റ്. ഇതെങ്ങനെയാണ് മണിയെ ബാധിക്കുന്നത്? നമ്മൾ ഈ ഷെയിമുള്ള ആള് ഒരു ബിസിനസ് ചെയ്താൽ അവർ അണ്ടർ ചാർജ് ചെയ്യും. കാരണം അവരവരെ കുറച്ച് വാല്യൂ കുറച്ചാണല്ലോ കാണുന്നത്. അതുപോലെ അവരെ സെൽഫ് വർത്ത് പ്രൂവ് ചെയ്യാൻ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കർണന്റെ ജീവിതകാലം മുഴുവൻ അതാണ് ചെയ്തുകൊണ്ടേയിരുന്നത്. ഞാൻ ആ സെൽഫ് വർത്ത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. എന്നും കർണനോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഐഡന്റിറ്റി ക്വസ്റ്റ്യൻ. ഹൂ ആം ഐ? ഞാൻ ആരാണ്? ആ ഐഡന്റിറ്റി ക്രൈസിസ് എന്നും ഉണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു പ്രശ്നം നമ്മളിൽ ഉള്ളിലുള്ളവർ എന്താ ചെയ്യും? ഈ ഷെയിം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു പ്രശ്നം ഉണ്ടാവും. കാരണം വില കുറച്ച് കൊടുക്കുക, അവർ കഷ്ടപ്പെടും, ഒരുപാട് ടയറിങ് ആയിട്ടുള്ള വർക്ക് ചെയ്യും. കാരണം ഫിനാൻഷ്യൽ ഈസിനെസ് അവർ അർഹിക്കുന്നില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവർ ഒരുപാട് കഷ്ടപ്പാട് ചെയ്യും, കഷ്ടപ്പാടിലേക്ക് പോകുമ്പോൾ കുറച്ചു കാലം കഴിയും, കുറച്ചു കാലം കഷ്ടപ്പെടാൻ പറ്റുള്ളൂ. അവർ ഫറ്റീഗ്, ക്ഷീണിച്ചു പോകും, അവർ എക്സോസ്റ്റഡ് ആകും, മതിയാക്കും, ക്വിറ്റ് ചെയ്യും. എനിക്കിനി കഷ്ടപ്പെടാൻ വയ്യ. ഈ ഷെയിം ഊണ്ട് കിടക്കുമ്പോൾ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ്? അവർ ഓവർ ഗിവേഴ്സ് ആയിരിക്കും, പീപ്പിൾ പ്ലീസേഴ്സ് ആയിരിക്കും. ഭയങ്കരമായിട്ട് അവര് എന്താ പറയേണ്ടത്, റിസീവിങ് കപ്പാസിറ്റി കുറവായിരിക്കും ഈ ഷെയിമിൽ നിൽക്കുകയാണെങ്കിൽ. എപ്പോഴും അതായത് അവരെക്കാൾ താഴെയുള്ള ആൾക്കാരുമായിട്ട് കൂടെ നിൽക്കാനാണ് അവർ കംഫർട്ട്.
അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോളാം അവരുടെ എനർജി താഴേക്ക് പോകും. ഇല്ലേ? നമുക്ക് നോർമലി ചിന്തിക്കാന്നല്ലേ, അവരെക്കാൾ മുകളിലുള്ളവർക്ക് അവർക്ക് ബുദ്ധിമുട്ടാണ് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് ചില ആൾക്കാർ ചില പ്രോഗ്രാമിനൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് അവർ പറയും, ഓ ഞാൻ വരുന്നില്ല, അവിടെ ഇവരൊക്കെ അല്ലേ വരുന്നത്, ഇനി അവരുടെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിക്കുക, എനിക്ക് ഉത്തരം പറയാനൊന്നും ഞാൻ വരുന്നില്ല, നിങ്ങൾ വെക്കോ. അത് വളരെ സേഫായിട്ട് ഒഴിയും. കാരണം അവരെക്കാൾ താഴെ ഉള്ളവർ അവർ കംഫർട്ടാണ്, അവർ ഓക്കെയാണ്. അവിടെ മുകളിലുള്ളവർക്ക് കുറച്ച് ചിലപ്പം ചില പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോകാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഇതിനെ ബ്രേക്ക് ചെയ്യണം. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയാൽ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കരുത്, അവിടെ പോകണം. നിങ്ങൾ നിങ്ങളെ തന്നെ നമ്മളെ തന്നെ അവിടെ ചലഞ്ച് ചെയ്യണം. അതിന്റെ സൊല്യൂഷൻസ് പാർട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പൊ നമ്മളെ തന്നെ അവിടെ ചലഞ്ച് ചെയ്യണം. സോ അടുത്തത് പേർപ്പസിലേക്ക് പോകുമ്പോൾ അവര് സ്വപ്നങ്ങൾ എപ്പോഴും ഒളിച്ചു വെക്കും. അവരെപ്പോഴും പെർഫെക്ഷനിസം ആണ് അവരുടെ ഷീൽഡ്. ഇങ്ങനെയുള്ളവരെ കണ്ടറിയാം, ശരിയായില്ല. കുറച്ചുകൂടെ ഫിനിഷ്ഡ് ആണ്. ഒന്നും അവർക്ക് പൂർണ്ണമാക്കാൻ പറ്റില്ല. എല്ലാം ഇൻകംപ്ലീറ്റ്, എവറിത്തിങ് ഇൻകംപ്ലീറ്റ്, എല്ലാം ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാല് അവർക്ക് ഡീപ്പ് ഫിയർ ആണ് പുറത്തേക്ക് വരാൻ. കാരണം മറ്റുള്ളവരുടെ മുന്നിലേക്ക് വന്നാൽ അവരുടെ ഉള്ളില്, കാരണം സോറി ടു സേ, അവരുടെ ഉള്ളിൽ അവർ വിചാരിക്കുന്നത് എന്താണ്, ഞാൻ അത്ര ആളുകൾ ഇതിനൊരു കറക്റ്റായിട്ട്, ഇപ്പൊ ഞാനൊരു കാര്യമെന്ന് പറഞ്ഞ ആളുകൾ ഇത് പൊട്ടത്തരം പറയുകയാണോ, അല്ലെങ്കിൽ ഞാനൊരു ഫ്രോഡായിട്ട് എന്നെ കരുതുമോ എന്ന് ചിന്തിച്ചു പോകും. ശരിക്കും സൈക്കോളജിയാണ് ഞാൻ പറയുന്നത്. അവരുടെ പാറ്റേൺ ക്രോണിക് പീപ്പിൾ പ്ലീസിങ് ആയിരിക്കും. റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. ഓവർ എക്സ്പ്ലെയിനിങ് വീണ്ടും നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇമ്പോസ്റ്റർ സിൻഡ്രം. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് സോറി പറഞ്ഞുകൊണ്ടിരിക്കും. സോറി. ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നിടത്തേ സോറി പറയാൻ തുടങ്ങും. നെവർ ഫീലിംഗ് ഇനഫ്. ഹൈഡിങ് എപ്പോഴും അവർക്കുള്ളതാണ്. അവർക്ക് ചില ദൈവദത്തമായ കഴിവുകളുണ്ട്, പക്ഷെ അവർ പുറത്തേക്ക് ആരുടെടുത്തും പറയത്തില്ല. പാടാനോ വരയ്ക്കാനോ എന്തെങ്കിലും കഴിവുണ്ട്, പക്ഷെ പുറത്തു പറയത്തില്ല. പെർഫെക്ഷനിസം ഇത് ഇങ്ങനെ കവർ ചെയ്ത് വെക്കും. ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ പറഞ്ഞ ഈ ഊണ്ടുണ്ടല്ലോ, ഈ ഇപ്പൊ ഷെയിം ഊണ്ടെന്ന് പറയുന്നത്, നമ്മൾ ഒന്നും ചെയ്യാൻ അനുവദിക്കത്തില്ല. ഷെയിം ഊണ്ടില് നമുക്ക് നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് ഇതിൽ നിൽക്കുന്നവർക്ക് പിന്നെ മിറർ വർക്ക് നല്ലതാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓത്തന്റിക് സെൽഫിനെ ഐഡന്റിഫൈ ചെയ്യുക. ഓത്തന്റിക് സെൽഫിന്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആ സെൽഫിനെ, അതായത് നമ്മളെ ബിഹേവിയർ ഇതുമായിട്ട് കുറേ ലിങ്ക്ഡ് ആയിരിക്കും. നമ്മൾ ഈ പറഞ്ഞൊക്കെ നമ്മുടെ വീണ്ടും സോറി പറയുക, അല്ലെങ്കിൽ വാലിഡേഷന് പോവുക, എക്സ്പ്ലെയിൻ ചെയ്ത് ഇതൊക്കെ നിർത്തുക. ഏതെങ്കിലും കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിങ്ങൾ ചോദിക്കണം, ഹൂ ആം ഐ? കാരണം ചോദിച്ചാൽ നിങ്ങൾക്ക് മിറർ വർക്ക് നല്ലതാണ്, അഫർമേഷൻ നല്ലതാണ്, ജേർണലിംഗ് നല്ലതാണ്, ഫ്യൂച്ചർ സെൽഫ് ആക്ടിവേഷൻ ഒക്കെ നല്ലതാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യാം. മൂന്നാമത്തെ ഊണ്ടെന്ന് പറയുന്നത് സേഫ്റ്റി ഊണ്ടാണ്. ഇത് വേറൊരു തരത്തിൽ, ദ വേൾഡ് ഈസ് നോട്ട് സേഫ്, ഐ കനോട്ട് റിലാക്സ് മൈ ഗാർഡ്. എനിക്ക് ഈ വേൾഡ് അത്ര സേഫ് ഒന്നുമില്ല. എനിക്കങ്ങനെ എന്താ പറയേണ്ടത്, എനിക്കൊരു റിലാക്സേഷനോ ഒരു സന്തോഷമോ ഒന്നും ഇവിടെ ഈ ലോകത്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സേഫ്റ്റി ഊണ്ട് വരുന്നത് കംപ്ലീറ്റ് ചൈൽഡ്ഹുഡ് എൻവയോൺമെന്റിൽ നിന്നാണ്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ്, അൺസ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ത്രെട്ടണിങ് ആയിട്ടുള്ള എൻവയോൺമെന്റ്. അപ്പോൾ അവരുടെ ബ്രെയിനിൽ ഒരിക്കലും നീ ഇവിടെ സേഫ് ആണെന്നൊരു മെസ്സേജ് നെർവ് സിസ്റ്റത്തിന് കിട്ടുന്നില്ല. അവർ ഒരിക്കലും ബോഡിയിൽ ഒരിക്കൽ പോലും ആ മെസ്സേജ് കിട്ടിയിട്ടില്ല, നീ സേഫ് ആണ്. അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടാത്ത ചൈൽഡ്ഹുഡ്. ചിലപ്പോൾ അത് അതായത് ആങ്കർ, ഫൈറ്റ് ചെയ്യുന്ന പാരൻസിൻ്റെ ഇടയിൽ ജീവിക്കുന്ന കുട്ടികളാവും, അഡിക്ഷൻ ഉള്ള പേരൻസിൻ്റെ ഇടയിൽ, ഫിനാൻഷ്യൽ കയോസ് ഉണ്ടാകുന്ന പേരൻസ്, ഇമോഷണലി വളരെ വൾണറബിൾ ആയിട്ടുള്ള പാരൻസ്, അല്ലെങ്കിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിയുടെ ഐഡന്റിറ്റി ടാർഗറ്റ്, കുട്ടിയെ വെച്ച് നെഗോഷിയേറ്റ് ചെയ്യുന്ന പേരൻസ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ കുട്ടി ഉള്ളത് കൊണ്ട്, ചില അമ്മമാർ പറയുന്നത് കേട്ട്, കുഞ്ഞുള്ളത് കൊണ്ട് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത്, അല്ലെ നിനക്ക് കാണിച്ചത് കുഞ്ഞുള്ളത് നിങ്ങളുടെ നല്ല കാലം, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് അതേപോലെ ഹസ്ബൻഡും പറയും. അപ്പോൾ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. എപ്പോഴും എന്തോ ഒരു മോശം കാര്യം സംഭവിക്കും എന്നുള്ള ഫിയർ ആണ്. എന്താണ് നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്ന കുട്ടിക്ക് അറിയത്തില്ല. ഒരു സേഫ്റ്റി ഉണ്ടെന്ന് പറയുന്നത് അതാണ്. കാരണം അമ്മയുടെ അച്ഛൻ്റെയും മൂഡ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. ഒരു മൊമെന്റ് മതി ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ഇവന്റ് ഉണ്ടാകാൻ.
കൊച്ചെപ്പോഴും ഈ അതിൻ്റെ ഈ കുട്ടി അത്തരത്തിലുള്ള കുട്ടിയുടെ നെർവ് സിസ്റ്റം ഒരിക്കലും റെസ്റ്റ് ചെയ്യത്തില്ല. എപ്പോഴും വിജിലൻ്റ് ആയിരിക്കും, എപ്പോഴും വിജിലൻ്റ് ആയിരിക്കും. ചിലപ്പം കുട്ടി എല്ലാ കാര്യത്തിലും പോവർട്ടി, ലവ് കിട്ടിയിട്ടുണ്ട്, അല്ല സേഫ്റ്റിയിൽ, എല്ലാത്തിലും പോവർട്ടി ആയിരിക്കും. സ്കൂളിലും കുട്ടിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഇമിഗ്രൻ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ പോയി സ്കൂളിൽ ഇരിക്കുന്നത്. അവിടെ നിന്ന് ഇവിടേക്ക് വന്നിരിക്കുന്നേ ഉള്ളൂ. എല്ലായിടത്തും ഒരു അൺവെൽക്കം ഫീലാണ്. അപ്പോൾ ഇന്ന് ഈ വയലൻസ് വിറ്റ്നസ് ചെയ്ത് കുട്ടി ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ടാർഗറ്റാണ്. അപ്പോൾ ബോഡി എപ്പോഴും പറയുന്നത് സ്റ്റേ അലേർട്ട് എന്നാണ്. സ്റ്റേ അലേർട്ട് ഇങ്ങനെയുള്ള എൻവയോൺമെന്റിൽ നിന്ന് വരുന്ന മനുഷ്യര്. അപ്പോൾ ആ കുട്ടിയുടെ ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഡോണ്ട് ട്രസ്റ്റ് ദിസ്. ഏത് സിറ്റുവേഷൻ മുന്നിൽ വന്നാലും ഇതൊന്നും വിശ്വസിക്കരുത്, ഇത് ലാസ്റ്റ് ചെയ്യത്തില്ല. സ്റ്റേ ഇൻ കൺട്രോൾ. ഇപ്പൊ നീ എല്ലാം കൺട്രോളിൽ നിൽക്കുകയാണെങ്കിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. നിനക്കറിയാലോ ആളുകൾ നിന്നെ എങ്ങനെയാണ്, നിന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ നിന്നെ എങ്ങനെയാണ് കൺസിഡർ ചെയ്തതെന്ന് അറിയാലോ. നീ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അടുത്ത മൊമെന്റ് നിനക്ക് ഉറപ്പായിട്ട് നിനക്ക് കിട്ടും, നിനക്ക് അതിന്റെ പെയിൻ കിട്ടും. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവന്റുകളെയാണ് ഈ കുട്ടി പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇതെങ്ങനെ ബോഡീനെ എഫക്ട് ചെയ്യുക നമുക്കറിയാം. ഫൈറ്റ്, ഫ്ലൈറ്റ് ഓർ ഫ്രീസ്. ബോഡിയിൽ അത് ഉണ്ടാകും എപ്പോഴും. ഇവരുടെ ഈ സേഫ്റ്റി വൂണ്ടുള്ളവർക്ക് എപ്പോഴും അവർ ഫ്ലൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രീസ് ആയിരിക്കും. പലപ്പോഴും ഫൈറ്റ് ചെയ്യുന്നത് വളരെ റെയറാണ്. ഉറക്കക്കുറവ്, ഹൈപ്പർ വിജിലൻസ്, എപ്പോഴും റെസ്റ്റ് പോലും അൺസേഫ് ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. മണിയിലാണെങ്കിലോ ഒബ്സസീവ് കൺട്രോളാണ്. മണിയുമായിട്ട് റിലേറ്റ് ചെയ്ത് മണി പാറ്റേൺ എന്ന് പറയുന്നത് അവരുടെ വീട്ടിലുള്ള ഒരു കയോട്ടിക് ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഒരു നോയ്സി സിറ്റുവേഷനാണ് മണി പാറ്റേണിലുള്ളത്. ഫിനാൻഷ്യൽ റിസ്ക് ഒരു കാലം അവരെടുക്കത്തില്ല. ചിലപ്പോൾ അവർക്ക് സേഫായിട്ട് ഫീൽ ചെയ്താൽ പോലും അവർക്ക് എടുക്കില്ല, റിസ്ക് എടുക്കാൻ പറ്റും. കാരണം അടുത്ത നിമിഷം എന്ത് സംഭവിക്കും, ഒന്നും അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സും മൊമെന്റ്സും തീർന്നിട്ടുള്ളതാണ് ലൈഫ് എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു വോള് അവരുണ്ടാക്കി വെക്കും. ഒരിക്കലും ഒരു ജെന്യുവിൻ ഇൻറ്റിമസി ഉണ്ടാകത്തില്ല. ഒരിക്കലും ആ ഇൻറ്റിമസി എന്ന് പറഞ്ഞൊരു സാധാരണ ലൈഫിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും. എപ്പോഴും കൺട്രോളിങ് ബിഹേവിയർ ആയിരിക്കും. ആളുകളെ ദൂരേക്ക് മാറ്റി നിർത്തും. പേർപ്പസ്, നോട്ട് ഈവൻ നോ ദെയർ പേർപ്പസ്. എപ്പോഴും അവർക്കൊരു പേർപ്പസ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ക്രോണിക് ആങ്സൈറ്റിയാണ് അവർക്ക് വരുന്നത്. റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു മതിൽ തീർത്ത് വയ്ക്കും. അതുപോലെ തന്നെ ഹൈപ്പർ കൺട്രോൾ ആയിരിക്കും. എല്ലാം കൺട്രോൾ ചെയ്ത് പിടിച്ചു വെക്കുക എന്ന് പറയല്ലേ. കാറ്റാസ്ട്രോഫൈസിങ്, ഈ പെയിനെ ഇങ്ങനെ ആഘോഷിച്ച്, ആ പെയിനെ ആസ്വദിച്ച്, ആ പെയിനിലെ സർവൈവലില് രമിച്ച്, അങ്ങനെയല്ലേ പറയാ, അഭിരമിച്ച് ജീവിക്കും. റോങ് സിറ്റുവേഷൻ അവർക്ക് ഓക്കെയാണ്. റോങ് സിറ്റുവേഷൻ അവർ കംഫർട്ടബിൾ ആണ്. കാരണം അതാണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള. ട്രസ്റ്റ് ഭയങ്കര പ്രശ്നം, ആരെയും ട്രസ്റ്റ് ചെയ്യത്തില്ല. അതുപോലെ മാറ്റത്തിന് അവർക്ക് ഭയങ്കര ഭയമാണ്. ഈ 3 ഊണ്ടുകൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ഊണ്ടുകളെ ഇഗ്നോർ ചെയ്ത്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു സാധനമാണ്. ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ ഊണ്ടും പലരും പല ഊണ്ടുകൾ, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഊണ്ടുകൾ പലർക്കും ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ ഊണ്ടുകൾ പലർക്കും ഉണ്ടാവും. സോ ലോസും ഷെയിമും ചിലപ്പോൾ ഒരുമിച്ച് വരാം. എക്സ്ട്രീമിലി അത് കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ ഷെയിമും സേഫ്റ്റിയും ഒരുമിച്ച് വരാം. 3ഉം ഒരുമിച്ചും വരാം. അപ്പോൾ ഈ 3 വൂണ്ടും നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഈ ഊണ്ടിൽ നമുക്കൊരു പ്രൈമറി ടൂളായിട്ട് എന്തൊക്കെ യൂസ് ചെയ്യാം. തൽക്കാലം ഞാനത് പറഞ്ഞു പോകാം. പ്രൈമറി ആയിട്ട് നമുക്കിപ്പം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയാം. ലോസ് ഊണ്ടിലാണെങ്കിൽ ജേർണലിംഗ് നല്ലൊരു ടൂളാണ്. ഗ്രീഫ് പ്രോസസ്സ് ചെയ്യാൻ, നമ്മളെ ഉള്ള വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നമുക്ക് ചിലപ്പോൾ പാരൻസിനോടൊക്കെ, ചിലപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷനോടൊക്കെ റീസൺമെന്റ് ഉണ്ടാകും, അത് റിലീസ് ചെയ്യാൻ. നമ്മളോട് തന്നെ നമുക്ക് ഒരു ഗിൽറ്റ് ഉണ്ടാകും, അത് റിലീസ് ചെയ്യാൻ ഒക്കെ ജേർണലിംഗ് നല്ലതാണ്. ഓഫ് കോഴ്സ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസും നല്ലതാണ് ഈ ഒരു ലോസ് വൂണ്ടിന്. പിന്നെ ഷെയിം വൂണ്ടിനാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ഐഡന്റിറ്റി റീബിൽഡ് ചെയ്യണം. നമ്മൾ മറ്റുള്ളവർ നമ്മളെ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുക, അല്ലോ ബീങ് സീൻ, മറ്റുള്ളവർ കാണട്ടെ, വിസിബിലിറ്റി ഉണ്ടാക്കണം.
നമ്മളൊരു സെറ്റ് ഓഫ് ബിഹേവിയർ ഇപ്പോൾ ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ ഐഡന്റിറ്റീനെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മിറർ വർക്ക് നല്ലതാണ്, അഫർമേഷൻസ് നല്ലതാണ്, ഫ്യൂച്ചർ സെൽഫ് ആക്ടിവേഷൻ നല്ലതാണ്, അത് നമുക്ക് ചെയ്യാം. ഇനി സേഫ്റ്റി ഊണ്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് സേഫ്റ്റി ഊണ്ട് നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ നെർവസ് സിസ്റ്റത്തിനെ ടീച്ച് ചെയ്യണം, നമ്മളെ ബ്രെയിനെ പഠിപ്പിക്കണം. ദിസ് ഈസ് സേഫ്. നേരത്തെ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ചൈൽഡ്ഹുഡ് കുറേ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയ, അത് ശരിയാണ്, അത് ട്രൂ ആണ്. ബട്ട് റൈറ്റ് നൗ ഇവിടെ ലൈഫ് കുറേ മാറി. അത് പാസ്റ്റാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് ആളുകളെ വിശ്വസിക്കാൻ പറ്റും, ജീവിതത്തെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ സേഫ് ആണെന്ന് ബ്രെയിനെ പഠിപ്പിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രെത്ത് വർക്ക്, ശ്വാസം, ബ്രീത്തിങ് എക്സസൈസ് നല്ലതാണ്, EFT ടാപ്പിംഗ് നല്ലതാണ്, സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് നല്ലതാണ്, ഓഫ് കോഴ്സ് മെഡിറ്റേഷൻ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ഇത് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, ഈ ഓരോ റിലേഷൻഷിപ്പ് ഇഷ്യൂസും അല്ലെങ്കിൽ മണി ഇഷ്യൂസും, നമുക്ക് ഫസ്റ്റ് മണി ഇഷ്യൂസ് തന്നെ എടുക്കാം. മണി ഇഷ്യൂ എന്ന് പറയുന്നത്, ഈ മണി ഇഷ്യൂ ഇത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു ആദ്യം, ഈ ഊണ്ടുകൾ 4 ഏരിയയിൽ അഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഒന്ന് അഫക്റ്റ് ചെയ്യുന്ന മണി ഏരിയയാണ്, മണി ഊണ്ട്. ഈ ഊണ്ട് ഇതിലേതെങ്കിലുമൊക്കെ ഊണ്ട് മണി എങ്ങനെ ഡീപ്പായിട്ട് അഫക്റ്റ് ചെയ്യും, ജസ്റ്റ് ലൈക്ക് എ ലീക്കിംഗ് ബക്കറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഹോളുള്ള ഒരു ബക്കറ്റ് ക്യാരി ചെയ്തുകൊണ്ട് പോയി അതിൽ നമ്മൾ വെള്ളം പിടിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലെത്തുമ്പോൾ കുറച്ച് വെള്ളമല്ലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അപ്പം ഈ വെള്ളം ലീക്കായി പോകും. അപ്പം ഇതുപോലെയാണ് പല ആൾക്കാരും ഈ ഊണ്ട് നമ്മളെ മണിയിൽ അഫക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അവരൊരുപാട് മണി സ്ട്രാറ്റജി പഠിക്കുന്നുണ്ട്, ബിസിനസ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻസൈഡ് ഐ ആം നോട്ട് വർത്തി, അല്ലെങ്കിൽ മണി ഉണ്ടാക്കുന്ന കുറച്ച് ഡിഫിക്കൽട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള എൻവയോൺമെന്റ് പഠിച്ചിട്ടുള്ള സേഫ്റ്റി കൊണ്ട് തന്ന കുറേ ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഇതെല്ലാം ഒരു സ്കാർസിറ്റി മൈൻഡ് സെറ്റിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഒരിക്കലും അബൻഡൻസ് നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. മണിയിൽ അത് വളരെ ഡീപ്പർ ലെവലിലേക്ക് അത് വർക്ക് ചെയ്യും, മണി ഊണ്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ മണി ഊണ്ട് ഈ ഏരിയയിൽ അഫക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ്, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ മണി ഊണ്ടിൽ പറയുമ്പോൾ, മണി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ സെൽഫ് വർത്തുമായിട്ട് അലൈൻഡ് ആണെന്ന് പറഞ്ഞു. ഈ ഇൻകം സീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് വർത്തുമായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് കുറേ ടെക്നിക്കും ടൂൾസും ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്താൽ സബ് കോൺഷ്യസ് ലെവലിൽ നമ്മളെക്കുറിച്ച് എന്താണ് ധരിച്ചിരിക്കുന്നത്, അതാണ് നമ്മുടെ സെൽഫ് വർത്ത്. നമ്മളെക്കുറിച്ച് എന്താണ് നമ്മൾ കരുതിയിരിക്കുന്നത്. ഈ ഊണ്ടുള്ളവർക്ക് നമുക്ക് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന മണി സീലിംഗിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ അണ്ടർ ചാർജ് ചെയ്യുന്ന ആൾക്ക് എപ്പോഴെങ്കിലും അബൻഡൻസിലേക്ക് എത്താൻ പറ്റുമോ? എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടണമെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് അബൻഡൻസ് എന്ന് പറയുന്ന ഒരു സ്വപ്നം മാത്രമായിരിക്കും. അത് ആക്ച്വലി ഒരു മണിയിൽ ബാഡ് ആയതുകൊണ്ടല്ല, സെൽഫ് വർത്ത് കുറവായതുകൊണ്ടാണ്. കാരണം അവരെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന റൺ ചെയ്യുന്ന ഫിനാൻസുമായിട്ടുള്ള പ്രോഗ്രാം റോങ് ആയതുകൊണ്ടാണ്. അവിടെ സ്കേഴ്സിറ്റി മൈൻഡ് വരുന്നത് ഊണ്ടഡ് റെസ്പോൺസ് എന്നായതുകൊണ്ടാണ്. ഒരു ഇമോഷണൽ സ്കേഴ്സിറ്റി ഉള്ളവർക്ക് ഡെഫിനറ്റ് ആയിട്ട് മണി സ്കേഴ്സിറ്റി ഉണ്ടാവും. കാരണം മണി എന്ന് പറയുന്ന ഒരു എനർജിയാണ്, ഇമോഷൻ, എനർജി ഇൻ മോഷൻ. കറക്റ്റ് ഇമോഷനിലേക്ക് വന്നാലേ നമുക്ക് മണി അബൻഡൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ മണി എന്ന് പറയുന്ന ഏരിയയിൽ ഈ വൂണ്ട് കൃത്യമായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ വൂണ്ടിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നമുക്ക് അബൻഡൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വന്ന് നോക്കാം, റിലേഷൻഷിപ്പിലേക്ക് വന്ന് നോക്കാം. എങ്ങനെയാണ് അല്ലെങ്കിൽ ഓഫ് കോഴ്സ് റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് ഈ വൂണ്ട് അഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. ഈ അൺഹീൽഡ് വൂണ്ട് നമ്മളെ ബോഡിയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. നമ്മൾ നേരത്തെ അന്നമയ കോശ, പ്രാണമയ കോശ, മനോമയ കോശ,
വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു. നമ്മളെ ശരിക്കും പറഞ്ഞാല് നമ്മൾ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്ന ഓരോ ബന്ധങ്ങളും നമ്മുടെ ഒറിജിനൽ ഊണ്ടിൽ നിന്നാണ് അട്രാക്ട് ചെയ്യുന്നത്. ആ ഊണ്ടിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ചൈൽഡ്ഹുഡിൽ അബാൻഡൻമെന്റ് ഉള്ള അല്ലെങ്കിൽ ആവശ്യത്തിന് ഇമോഷണൽ സേഫ്റ്റി കിട്ടാത്ത ഒരു കുട്ടി, ഒരു പെൺകുട്ടി, തീർച്ചയായിട്ടും ഇമോഷണലി അൺഅവൈലബിൾ ആകാത്ത പാർട്ട്നേഴ്സിനെ അട്രാക്ട് ചെയ്യും. അവരറിഞ്ഞുകൊണ്ടൊന്നുമല്ല. ഇവര് നല്ല പാർട്ട്ണറാണ്, അവരുടെ പ്രശ്നം സോൾവ് ചെയ്യണം. കാരണം എനിക്ക് ഇത്രയും ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ട്, എൻ്റെ ചൈൽഡ്ഹുഡിൽ എനിക്ക് സ്നേഹം കിട്ടിയില്ല, എനിക്ക് സ്നേഹം വേണം എന്ന് ആഗ്രഹിക്കുന്ന, ഒരുപാട് സ്നേഹം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പക്ഷെ അവർ അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഈ ഊണ്ടിൽ നിന്നുള്ള ഇമോഷനിൽ നിന്നാണ് അട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ആളായിരിക്കും കിട്ടുന്നത്. ഈ ഷെയിമിൽ നിന്നാണെങ്കിൽ അവരൊരു ഷെയിം ഊണ്ടുള്ളവരാണെങ്കിൽ ഓവർ ഗിവർ ആയിരിക്കും അവര്. അല്ല, ആ റിലേഷൻഷിപ്പ് തീരുന്നത് വരെ, അല്ലെ ആ റിലേഷൻഷിപ്പ് എത്ര കാലം ഉണ്ടോ അത്രയും കാലം കൂടുതൽ കൊടുത്തുകൊണ്ടേയിരിക്കും, ഒരു വിലയില്ലാതെ പോവുകയും ചെയ്യും. പക്ഷെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ആ പാറ്റേൺ ഒന്ന് നോക്കണം. എന്തുകൊണ്ട് ചില ആളുകൾ ചോദിക്കും, എന്തുകൊണ്ട് ഞാൻ വളരെ നന്നായിട്ട് സ്നേഹിക്കുന്നത്, ഞാൻ എല്ലാ സ്നേഹവും കൊടുത്തില്ലേ? ചില റിലേഷൻഷിപ്പ് ബ്രേക്കായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് വരുമ്പോൾ, ആദ്യത്തെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് രണ്ടാമത്തേൽ ഞാൻ ഒരുപാട് സ്നേഹം കൊടുത്തു, ഒരുപാട് ട്രസ്റ്റ് കൊടുത്തു. ഈ ഓവർ ഗിവിങ്, ഈ ഊണ്ടിൽ നിന്നാണ് ഓവർ ഗിവിങ് ചെയ്യുന്നത്. കാരണം ഫിയർ, വിട്ടു പോകുമോ എന്നുള്ള പേടി, നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, പൊസിഷൻ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. ആ പേടി നമ്മളെ പലതും ആക്കാം. കൈകേയി അറിയോ നമുക്ക്? കൈകേയി ഓർമ്മയുണ്ടോ? ആരാണ് കൈകേയി? മഹാഭാരതത്തിലെ കൈകേയി തന്നെ. കൈകേയിയുടെ സ്റ്റോറി അറിയോ? കേട്ടിട്ടുണ്ട്. യെസ്. കൈകേയിക്ക് ആക്ച്വലി രാമനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, കുടുംബത്തെ ഇഷ്ടം. യഥാർത്ഥ കൈകേയി എന്ന് പറഞ്ഞ ലേഡിക്ക് ഇവരെ എല്ലാരെയും ഇഷ്ടമായിരുന്നു, രാമനോട് ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ ഒരു മൊമെന്റില് മന്ദര എന്നല്ലേ അവരുടെ പേര്, മന്ദര ഒന്ന് പറയാണ്, ഇതൊന്ന് ആലോചിച്ച് നോക്ക്, നിന്റെ മകനാണ് രാജ്യം ഭരിക്കുന്നതെങ്കിൽ നിനക്കൊരു രാജമാതാവാകാം, ഇല്ലെങ്കിൽ നീ ഒന്നുമല്ലാതായി പോവും, നിനക്കിവിടെ ഒരു സ്ഥാനവുമില്ല. ആ ഫിയർ ഓഫ് റിജക്ഷൻ ആരും താങ്ങത്തില്ല. ആ ഊണ്ട് കിടന്നത് കൊണ്ടാണ് കൈകേയി എന്ത് ചെയ്തത്, ആ മൊമെന്റ് എടുത്ത് യൂസ് ചെയ്തത്, രാമനെ വനവാസത്തിലേക്ക് വിടുന്നത്. ആ കൈകേയിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഫിയർ ഓഫ് ഊണ്ട്, ഫിയർ ഓഫ് റിജക്ഷൻ, ഫിയർ ഓഫ് ഹെൽപ്ലെസ്നെസ്. എനിക്കിതൊന്നും നഷ്ടപ്പെട്ടു പോകുമോ, എനിക്കില്ലാതെ വരുമോ, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യാം. അതുകൊണ്ടാണ് അവരത് ചെയ്തത്. ആ ഊണ്ട് കിടക്കുന്നത് കൊണ്ടാണ് അവരത് ചെയ്തത്. ധൃതരാഷ്ട്രം എടുത്തു നോക്കിയേ. ധൃതരാഷ്ട്രം എന്തുകൊണ്ടാണ്? മകൻ ചെയ്യുന്നത് ഹെൽപ്ലെസ്നെസ് ആയിപ്പോയി. കണ്ണ് കെട്ടി, എനിക്ക് ലോകത്തെ കാണാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നും അറിയുന്നില്ല, എനിക്ക് ക്ലിയർ ആയിട്ട് ഒന്നും അറിയാൻ, അപ്പൊ എനിക്ക് എൻ്റെ മകൻ എന്നെ സംരക്ഷിക്കും. അപ്പൊ മകൻ എന്ത് കൊള്ളരുതായ്മ ചെയ്തിട്ടും മിണ്ടാതെന്ന് സഹിച്ച എന്താണ്, ആളുടെ ഒരു ഹെൽപ്ലെസ്നെസ്, അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഫിയർ. എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും, ഞാൻ സ്റ്റേബിൾ അല്ല എന്നുള്ളൊരു ഫിയറിൽ നിന്നാണ് ധൃതരാഷ്ട്രർ ഇതെല്ലാം ചെയ്തത്. ഇപ്പോഴും മോഡേൺ ധൃതരാഷ്ട്രന്മാരുണ്ട്, മക്കൾ എന്ത് ചെയ്താലും മിണ്ടത്തില്ല, കുട്ടികൾ എന്ത് ചെയ്താലും മിണ്ടത്തില്ല, അങ്ങനെയുള്ളവരുണ്ട്. ഇപ്പൊ നമ്മൾ കണക്ട് ചെയ്ത് നോക്കിയാൽ അറിയാം, അവർ ചെയ്യുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കും. ഇങ്ങനെയുള്ളവരുണ്ട്. സോ ഈ നമ്മളെ ഉള്ളിലുള്ള ഊണ്ടിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, മുറിവുകളിൽ നിന്നാണ് നമ്മൾ ഇതുണ്ടാകുന്നത്, മുറിവുകളിൽ നിന്ന്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് പാറ്റേണും ഇതുപോലെയാണ്. സോ നമ്മളെ ചില സമയത്ത് നമ്മൾ സാക്രിഫൈസ് ചെയ്യും. കാരണം ചില ബന്ധങ്ങളിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്ത് നഷ്ടപ്പെട്ടു പോകരുത്. അപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു പോകാൻ നമുക്ക് താങ്ങത്തില്ല, നമ്മളെ തന്നെ സാക്രിഫൈസ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ചില പുതിയ തീരുമാനങ്ങൾ എടുക്കും, കൈകേയി എടുത്ത പോലെ ചിലപ്പോൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യും. അപ്പോൾ ഏത് പാറ്റേൺ ആണ് നമ്മുടെ ഉള്ളിലൊന്ന് നോക്കുക. പേർപ്പസ് ആൻഡ് ഐഡന്റിറ്റി, അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഏരിയയാണ്. കാരണം നമുക്കറിയാം, ഈ നമ്മുടെ ഉള്ളിലുള്ള ഊണ്ടുണ്ടെങ്കിൽ
ചെറിയ കാര്യം ചെയ്താൽ മതി, വലിയ കാര്യം ചെയ്യണ്ട, മിണ്ടാതിരുന്നാൽ മതി. ഊണ്ട് നമ്മളോട് പറയുന്നതാണ് ഡോണ്ട് വാണ്ട് ടു മച്ച്. കൂടുതൽ ഉണ്ടായ കൂടുതൽ പ്രശ്നങ്ങൾ. കാരണം അവര് സർവൈവൽ മോഡിലങ്ങ് ഇരുന്ന് പോയാൽ മതി. ആംബിഷൻ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഉള്ളിലുള്ള ഊണ്ട് പറയണ ഇത് അൺസേഫ് ആണ്. അൺസേഫ് ടു ബി സീൻ, അൺസേഫ് ടു ബി വിസിബിൾ. നമ്മൾ പലരും അവർക്ക് കഴിവുണ്ടെങ്കിൽ പോലും, അവർക്ക് വലിയ സ്വപ്നങ്ങളുണ്ടെങ്കിൽ പോലും അവർ മിണ്ടാതിരിക്കും. അവരെന്താ വിചാരിക്കുന്നത്, ഇതെല്ലാം എനിക്ക് ബുദ്ധിമുട്ടാണ്. ആ ഊണ്ടിൽ നിന്ന് ലൈഫ് ഓപ്പറേറ്റ് ചെയ്യും. നമ്മൾ ഈ ഊണ്ട് എങ്ങനെയാണ് റിയലൈസ് ചെയ്യുന്നത്? ഈ ഊണ്ടിൽ നിന്നും നമ്മൾ എങ്ങനെ ഓവർകം ചെയ്ത് പുറത്ത് വരാൻ പറ്റും? റിലേഷൻഷിപ്പ് ഊണ്ടിൽ നമുക്കറിയാം, ചിലപ്പോൾ പല പല സന്ദർഭങ്ങളിലും നമ്മൾക്ക് ഈ ലോൺലിനെസ്, അല്ലെങ്കിൽ കുട്ടിക്കാലത്തുണ്ടായ ഫേസ് ചെയ്ത ക്രിറ്റിസിസം, റിജക്ഷൻ, ഇതെല്ലാം പിൽക്കാലത്തെ റിലേഷൻഷിപ്പിൽ പീപ്പിൾ പ്ലീസിംഗ് ഒക്കെ ആയി വരും. അതുപോലെ എല്ലാ ഏരിയയിലും, സക്സസിലും കരിയറിലും ഒക്കെ ഈ ഊണ്ടുണ്ടാകും. അപ്പോൾ കരിയറിലും നമുക്ക് ഫിയർ ഓഫ് ഫെയിലിയർ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫിയർ ഓഫ് ഫെയിലിയർ ഉള്ളവരാണ് കൂടുതൽ മോട്ടിവേഷൻ. നിങ്ങൾക്കറിയാം, മോട്ടിവേഷണൽ പ്രോഗ്രാമിലായിട്ട് പല ബിസിനസ് ഓണേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഈ മോട്ടിവേഷനിലേക്ക് വന്നത് ബിസിനസ് കുറച്ച് ഡള്ളാണ്, അതുകൊണ്ട് കുറച്ച് എങ്ങനെ നന്നാക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വന്നത്. ചിലർക്ക് ഫിയർ ഓഫ് സക്സസ് ഉണ്ടാകും, അതിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ എല്ലാ ഏരിയയിലും ഈ ഊണ്ട് നമ്മളെ, ഈ പാർട്ട്ണർഷിപ്പിൽ, ബിസിനസ്സിൽ, സ്ട്രാറ്റജിയിലൊക്കെ ഈ ഊണ്ട് നമ്മളെ അഫക്റ്റ് ചെയ്യും. സോ എനിക്ക് ഓർമ്മ വരുന്നത്, ചില ആൾക്കാർ, ചില മനുഷ്യരിങ്ങനെയാണ്. ഒരു സ്റ്റോറി പറയുന്ന ഇതാണ്. അപ്പോൾ ബുദ്ധൻ പറഞ്ഞൊരു സ്റ്റോറിയാണിത്. ഒരാൾക്ക് ഇങ്ങനെ അമ്പ് ചെയ്ത് ഒരാൾ കൊല്ലാൻ ശ്രമിച്ചു. അപ്പോൾ ഈ അമ്പ് വന്ന് കൊണ്ടു. അപ്പോൾ അമ്പ് വന്ന് ഇയാളുടെ ബോഡിയിൽ കൊണ്ട് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇയാൾ പെട്ടെന്ന് ചോദിക്കുകയാണ്, ആരടാ എന്നെ അമ്പ് ചെയ്തത്? എന്നിട്ട് രണ്ടാമത് ഇതിലേക്ക് നോക്കിയിട്ട്, ഇതെന്ത് തടി വെച്ചുണ്ടാക്കിയതാണോ അത് അയൺ വെച്ചുണ്ടാക്കിയതാണോ? എന്തിനടാ നീ എന്നെ അമ്പ് ചെയ്തത്? ഈ 3 ചോദ്യമാണ് ആദ്യം ചോദിക്കുന്നത്. ഇത് ബ്ലീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ശരിക്കും ആക്ച്വലി പിന്നെ അയാൾ ചെയ്യേണ്ടത് എന്താണ്? ഇയാൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ഈ 3 ചോദ്യം ചോദിച്ച് ബ്ലഡ് ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നു. ഇയാൾ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ബുദ്ധൻ ചോദിച്ചൊരു ചോദ്യമാണ്. എന്താണ് ഇയാൾ ചെയ്യേണ്ടിയിരുന്നത്? അമ്പെടുത്ത് മാറ്റണമായിരുന്നു. യെസ്, അതെടുത്ത് വലിച്ചൂരണമായിരുന്നു ആദ്യം. എന്തിനാ ഞാൻ എന്ത് ചെയ്തിട്ടാ? വൈ മീ? നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇത് എന്തുകൊണ്ടുള്ള സാധനമാണ്? തടിയാണോ? ഇതെനിക്ക് എത്ര അഫക്റ്റ് ചെയ്യും? ആരാണിത് ചെയ്തത്? വൈ മീ? ഇങ്ങനെ ചോദിച്ചോണ്ടേ. നമ്മളൊക്കെ അങ്ങനെയല്ലേ? നമ്മളിത് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും, എന്തിനാണ് ഇതെനിക്ക് വന്നത്? ഇതെന്തിനാണ് എനിക്ക് വന്നത്? ഇവിടെ ഒരൊറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഓഫ് കോഴ്സ് നമ്മൾ ഈ ബ്രിഡ്ജ്, ഈ ഊണ്ടിൽ നിന്നും ലൈഫ് ഷിഫ്റ്റ് ചെയ്യേണ്ട ബ്രിഡ്ജ് അവയർനെസ് ആണ്. ശരിക്കും അവിടെ വേണ്ടത് പ്രോപ്പർ അവയർനെസ് ആദ്യം. ദെൻ എങ്ങനെ അതിനെക്കുറിച്ച് നമ്മൾ ലേൺ ചെയ്യണം. ദെൻ അതിന് വേണ്ട ടൂൾ അപ്ലൈ ചെയ്യണം, ആപ്ലിക്കേഷൻ കൊടുക്കണം. ദിസ് ഈസ് ഹീലിംഗ്. ദിസ് ഈസ് സംതിങ് വെരി പവർഫുൾ. അപ്പോൾ നമുക്കിത് ഈ ഹീലിംഗ് എന്ന് പറയുന്നത്, ഇതൊരു ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഹീലിംഗ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ട് ഊണ്ടെടുത്ത് കളയൊന്നല്ല മീനിങ്. പക്ഷേ യു ഗെറ്റ് അവയർനെസ്. നിങ്ങൾ ആ ഊണ്ടും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കും, അതിൻ്റെ മീനിങ് ചേഞ്ച് ചെയ്യും. നിങ്ങളുടെ മണി ബിലീഫ് മാറും, അല്ലെങ്കിൽ നിങ്ങളുടെ പേർപ്പസുമായിട്ട് നിങ്ങൾ അലൈൻ ചെയ്യാനുള്ള ഫാസ്റ്റർ വേയിലേക്ക് നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റും. പ്രാക്ടിക്കലി നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്, ഒരു സംഭവമാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ ഹീലിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റിംഗ്, നിങ്ങൾക്ക് ആ ഒരു ഹീലിംഗ് പ്രോഗ്രാം, നിങ്ങൾക്ക് ആ ഹീലിംഗിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ 100% യു ക്യാൻ സേഫ് വിത്ത് ഓൾ ദീസ് വൂണ്ട്. ഈ വൂണ്ടിനെ ആ വൂണ്ടിൻ്റെ മീനിങ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും.
സോ ഞാൻ ഇവിടെ പറയാം, നിങ്ങൾക്ക് ലാസ്റ്റ് വീക്കിൽ ഞാൻ പറഞ്ഞു ഞാനൊരു 7 days ഓൺലൈൻ ഹീലിംഗ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റൂട്ട് ടു റീബർത്ത് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. അത് ഇപ്പം ഇന്നലെ, അതായത് നിങ്ങളുടെ ലൈഫിനെ ടോട്ടലി ഹീൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. നിങ്ങളുടെ എല്ലാ ഊണ്ടുകളും അഡ്രസ്സ് ചെയ്യുന്ന പ്രോഗ്രാം ആയിരിക്കും. ആ ഊണ്ടുകൾ നിങ്ങൾ എങ്ങനെയാണ്, ഡിഫറെൻറ്റ് ഊണ്ട്സ് നിങ്ങൾ എങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ്, മണിയിൽ എങ്ങനെയാണ്, നിങ്ങളുടെ കരിയറിൽ എങ്ങനെയാണ്, നിങ്ങളുടെ പേർപ്പസിൽ എങ്ങനെയാണ്, നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ ആക്ച്വലി ഈ ഊണ്ട് അഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ അൺവർത്തി ആക്കുകയാണ് ചെയ്യുന്നത്. ഈ ഊണ്ടുകൾ നമ്മളെ യൂസ്ലെസ് ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ടോക്സിക് റിലേഷൻഷിപ്പ്, ടോക്സിക് ആയിട്ടുള്ള വർക്ക് സ്പേസ്, ടോക്സിക് ജോബ്, ടോക്സിക് പാർട്ട്ണർഷിപ്പ് എല്ലാം നമ്മൾ ക്യാരി ചെയ്യുന്നത് നമ്മൾ ഫിയർ ഓഫ് റിജക്ഷൻ എന്നുള്ള ഊണ്ട് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പം എല്ലാ ഇപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ ചില റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്താതെ നമ്മൾ സഹിക്കുന്നത്, നമ്മൾ ചിലത് നോ പറയാൻ മടിക്കുന്നത് ഈ ഊണ്ട് ഉള്ളിലുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഫിയർ ഉള്ളിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടി ചെയ്യുന്ന തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും, അല്ലെങ്കിൽ ബിസിനസ് നമ്മുടെ കൂടെ നിൽക്കുന്ന പാർട്ട്നേഴ്സ് ചെയ്യുന്ന തെറ്റാണ്, അതെനിക്ക് ഹാർംഫുൾ ആണെന്ന് അറിഞ്ഞുകൊണ്ടും അതിൽ നമ്മൾ തുടരുന്നത് ഈ ഊണ്ടുള്ളത് കൊണ്ടാണ്. അതെനിക്ക് ഇത് പറ്റത്തില്ല, അല്ലെങ്കിൽ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യാൻ എനിക്ക് ഞാൻ ഹെൽപ്ലെസ് ആയി പോകുന്ന ഈ ഊണ്ടിൽ നിന്നും ലൈഫ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കേട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, ഹനുമാന് ഭയങ്കര ശക്തിയുള്ള ആളാണ് ഹനുമാൻ, അല്ലേ? ശക്തിയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത്, കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഹനുമാന് ഒരു എക്സ്ട്രീം പവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു സന്യാസി ഒരു ശാപം കൊടുത്തു. അതായത് നിന്റെ പവർ ആരെങ്കിലും നിനക്ക് ഓർമ്മിപ്പിച്ച് തന്നാലേ നിന്റെ പവർ നിനക്ക് യൂസ്ഫുൾ ആക്കാൻ പറ്റുള്ളൂ, നിനക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സീത തട്ടിക്കൊണ്ടുപോയ സമയത്ത് ഹനുമാൻ വെറുതെ ഇരിക്കണം, ഹനുമാൻ ആ പവർ ഉണ്ടെന്ന് ഹനുമാൻ അറിയത്തില്ല. അപ്പൊ അവിടെ ജാമ്പവാനാണ് പറയുന്നത്, നീ മറന്നുപോയോ നിന്റെ ഉള്ളിലുള്ള ഈ പവർ? ഇപ്പോഴാണ് ഓർമ്മ വന്നു. അതേപോലെ നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലുള്ള പവർ അറിയണമെങ്കിൽ നമ്മളെ ഊണ്ടിൽ നിന്നും പുറത്തു വരണം. നമ്മൾ റിയൽ ലൈഫ് പൊട്ടൻഷ്യൽ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ലൈഫിൽ ആവശ്യമുള്ള ഇമോഷനിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യണം. സോ ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു ഈ 7 days വർക്ക്ഷോപ്പിലേക്ക്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള എക്സസൈസസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു പക്ഷേ ഇതിൻ്റെ നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്പർ ഇപ്പോൾ ഇടുന്നുണ്ടാകും. രേഷ്മ പ്ലീസ് ഇതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ. ജൂൺ 8 തുടങ്ങി 14 എൻഡ് ചെയ്യുന്ന രാത്രി 8 മണി മുതൽ 9 മണി വരെയുള്ള ഓൺലൈൻ സൂം പ്ലാറ്റ്ഫോമിലൂടെയാണ് സെഷൻസ് ഉണ്ടാകുക. ആൻഡ് റൈറ്റ് നൗ ദിസ് ഈസ് ദ ടൈം ഫോർ Q&A. ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്നത്തെ സെഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും ഊണ്ടിൽ നിന്നാണ് ഞാൻ ലൈഫിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന്? യെസ്. ആ ഊണ്ട് നമ്മൾ പലപ്പോഴും നമ്മളെ സെറ്റ് അസൈഡ് ചെയ്ത് വെക്കും. നമ്മൾ ചിലപ്പോൾ, എനിക്ക് ഈ പരിമിതമായ സമയമായതുകൊണ്ടാണ് ചൈൽഡ്ഹുഡിനെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കാത്തത്. ഈവൻ നമ്മളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ എത്രയോ പേര്, ഞാൻ കല്യാണം കഴിഞ്ഞ് 30 വർഷമായി അല്ലെങ്കിൽ 20 വർഷമായി, ഇപ്പോഴും എൻ്റെ മൈൻഡിൽ. അപ്പോൾ അവരിങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ട്, അവരെ റിലേഷൻഷിപ്പ് ഉണ്ട് അവർക്കുണ്ടെന്ന് അവർ തന്നെ തിരിച്ചറിയുന്നത് അവരോട് സംസാരിച്ച് വരുമ്പോൾ അവരെ ആദ്യ റിലേഷൻഷിപ്പിലുണ്ടായ ഒരു ഒരു ഇഷ്യൂ സ്റ്റിൽ ആ ഒരു ഊണ്ട് അവരെ ഹോണ്ട് ചെയ്യും. അവരെ ഇങ്ങനെ തുരന്ന് തിന്നോണ്ടേയിരിക്കും. അതിൽ നിന്ന് പിന്നെ ലൈഫ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഊണ്ടിൽ നിന്നാണ്. എൻ്റെ ലൈഫ് പോയി കിട്ടും. ഒരു ഫെയിലുവർ ആ ഊണ്ടിൽ നിന്നാണ്. ഇപ്പോൾ ചൈൽഡ്ഹുഡ് തന്നെ വേണമെന്നില്ല, പിന്നീടുള്ള ലൈഫും നമുക്ക് ഇതേപോലെ സംഭവിച്ചേക്കാം. സോ ആ ഊണ്ടിനെ തിരിച്ചറിയുക, ആ ഊണ്ടിന് വേണ്ടി വർക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പാരസെറ്റമോളും ഡോളോയൊക്കെ കഴിച്ച് നമ്മൾ ഓക്കെ ആകുന്ന പോലെ നമ്മുടെ ലൈഫ് പോകും. സോ ഐഡന്റിഫൈ ഇത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇത് കേട്ടിട്ട് നിങ്ങൾ എന്നെ ചീത്ത പറയരുത്. ദിസ് ഈസ് ദ റിയാലിറ്റി, ദിസ് ഈസ് ദ ട്രൂത്ത്.
ഈ റിയാലിറ്റി അറിയാതെയാണ് നമ്മൾ ഇതിന് പുറത്ത് ഇരുന്നിങ്ങനെ വർക്ക് ചെയ്യും. ഈ എന്താ പറയണ്ട, ഫ്ലോറ് ബേസ്മെന്റ് അത്ര സ്ട്രോങ് ഒന്നുമല്ല, പക്ഷെ വീണ്ടും വീണ്ടും കെട്ടിപ്പോക്കും. ഉണ്ടാവുന്നത് എന്താണ്, ഒരു വലിയ ദുരന്തമായിരിക്കും. ഒറ്റ ദിവസത്തിൽ എല്ലാം കൂടി ഇടിഞ്ഞ് താഴെ വീഴും. അപ്പോഴും നമ്മൾ പിന്നെ ഒരു 80 വർഷം ലൈഫിന്റെ കഴിയും. അപ്പൊ കാലം നമ്മളെ പഠിപ്പിക്കുന്ന വിസ്ഡം നമുക്ക് കിട്ടും. കാലം നമുക്ക് വിസ്ഡം തരും. അപ്പൊ നമ്മൾ റിയാലിറ്റി ഇതൊക്കെ ഞാൻ നേരത്തെ കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ. അതാണ് പറഞ്ഞ ആചാര്യ പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയ പാദം സദ്ബ്രഹ്മചാരി പാദം കാലക്രമേണ ച. നമുക്കറിയാം, എൻ്റെ ചുറ്റുമുള്ള ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഫാദറൊക്കെ ഇങ്ങനെ റിഗ്രറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ടൈം ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. കാരണം എനിക്ക് ഇന്ന് ഒരുപാട് സങ്കടമുണ്ട്, എനിക്ക് ആ സമയത്ത് ഞാൻ ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ. എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പിന്നെ റിഗ്രറ്റ് ചെയ്യും. കാലക്രമേണ നമുക്ക് കിട്ടുന്ന വിസ്ഡം അത് ഒരുപാട് കാലം കഴിഞ്ഞേ കിട്ടുള്ളൂ. അതുവരെ നിങ്ങൾ കാത്തിരിക്കരുത്. ഇഫ് യു വാണ്ട് ടു ചേഞ്ച്, ഇഫ് യു വാണ്ട് ടു ട്രാൻസ്ഫോം യുവർ ലൈഫ്, ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം. നിങ്ങൾ എവിടെയെങ്കിലും പോയി ഹീലിംഗ് ചെയ്തോളൂ, പക്ഷേ ഈ ഊണ്ടും കൊണ്ട് ജീവിക്കരുത്. നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്തൊന്ന് ഹീലിംഗ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇതും കൊണ്ട് ജീവിക്കരുത്. എവിടെയെങ്കിലും പോയിട്ട് ഹീൽ ചെയ്യണം, നിങ്ങൾ ഹീൽ ചെയ്യുക. ഐ ക്യാൻ ഗിവ് ദ ബെസ്റ്റ്. അതെനിക്ക് ഓഫർ ചെയ്യാൻ കഴിയും. ഇന്ന് വൈകുന്നേരം, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണെന്നറിയാമോ? blue. യെസ്, ഫുൾ മൂൺ. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നമുക്ക് ഒരു ഫുൾ മൂൺ മെഡിറ്റേഷൻ ഉണ്ട്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം സൂപ്പർ പീക്കിൽ നിന്ന സമയത്ത് ടാഗ് മാൻ ചതിച്ച് അതിനുമ്പം അങ്ങനെ തന്നെയായിരുന്നു. അതിനും തൊട്ട് മുമ്പ് അങ്ങനെയാണ്. ഐ ക്യാൻ പ്രോമിസ് യു, ഐ പ്രോമിസ് ഡേ അതിങ്ങനെ ഉണ്ടാകത്തില്ല. ഞാൻ 1.5 hours മെഡിറ്റേഷൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ ആഫ്റ്റർ മെഡിറ്റേഷൻ മാത്രമേ ഡിസ്കസ് ചെയ്യത്തുള്ളൂ. സോ ഇന്ന് 7 മണിക്ക് എല്ലാവരെയും ഇതിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? നമ്മുടെ ഈ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന വൂണ്ടായിരിക്കുമല്ലോ കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്നത് Yes. നമ്മുടെ റെസ്റ്റ് ഓഫ് ദി ലൈഫ്. യെസ്. അതേസമയം വൂണ്ട് ഏത് സമയത്ത് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു യൂത്ത്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജിൽ ഒരു വൂണ്ട് ഉണ്ടായി ഒരാൾക്ക് ഡ്യൂ ടു സം റിലേഷൻഷിപ്പ് ഇഷ്യൂ. അപ്പം ആ അത് റിലേഷൻ അത് ചൈൽഡ്ഹുഡ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കുമോ, അതല്ലെങ്കിൽ അതിനൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കുമോ അത്? ഡെഫിനറ്റ്ലി. കാരണം ഈ അഡൾട്ടിൽ ഉണ്ടാകുന്ന ഊണ്ട് വരാനുള്ള റീസൺ തന്നെ ലൈഫ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ചൈൽഡ്ഹുഡ് ഊണ്ടിൽ നിന്നായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ഊണ്ട് ഉണ്ടാകാനുള്ള റീസൺ തന്നെ. അതിന്റെ ഡെപ്ത്. അപ്പൊ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ ഗ്രാവിറ്റി കൂടി, പിന്നെ ആ ഊണ്ടിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മൊത്തത്തിൽ പ്രശ്നമാണ്. അതെ, അത് മൊത്തത്തിൽ പ്രോബ്ലമാണ്. ഇത് അത് ക്ലിയർ ചെയ്യാത്തിടത്തോളം ഇത് പിന്നെ ഈ വീണ്ടും ലൈഫിൽ ഊണ്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നില്ലേ, ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാർ സക്സസ് ആകുന്നത് അവരെ ആ ഊണ്ടിൽ നിന്നും അവർ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവര് തന്നെ ഫൈറ്റ് ചെയ്യുന്നതാണ്, ഫൈറ്ററായി മാറുകയാണ്. അവർക്ക് സക്സസ് അല്ല ചേസ് ചെയ്യുന്നത്, അവർക്ക് അവർ ദേ വാണ്ട് ടു പ്രൂവ് ദംസെൽസ്. കാരണം അങ്ങനെയുള്ള ആൾക്കാരെ അറിയാൻ ശരിക്കും. യെസ്, അതാണ് സൈഡിലൂടെ അങ്ങനെയായിരുന്നു. കറക്റ്റ്. പിന്നെ അവർ തിരിച്ചു നോക്കുമ്പോൾ ആളുകൾ പറയും, നിങ്ങൾ ഭയങ്കര സക്സസ് ആണ്, നിങ്ങൾ ഇങ്ങനെ ആയിരുന്നല്ലോ ഇങ്ങനെ. അപ്പോഴാണ് അവരും അറിയുന്നത്. കാരണം അവർക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ദേ ഡോണ്ട് റെഡി ടു ഗിവ് അപ്പ്. ആ ഫയർ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്റ്റോറി പറഞ്ഞില്ലേ, എൻ്റെ അച്ഛൻ കാരണം. രണ്ടാമത്തെ മകനും എൻ്റെ അച്ഛൻ കാരണം. അത് തന്നെയാണിത്. രണ്ടും ഇത് അവിടെ നമ്മൾ ഇത് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ഉത്തരം കിട്ടും. എന്തുകൊണ്ട് വൈ സം പീപ്പിൾ ആർ ഗെറ്റിംഗ് സക്സസ് ഇൻ ദെയർ ലൈഫ്, സം ആർ നോട്ട്. ദിസ് ഈസ് ദ ആൻസർ. സോ അവര് പ്രൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ സക്സസ് ആവും, പക്ഷെ സക്സസ് അല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശിക്കുന്നത് മാത്രമല്ല, എൻഡ് ഓഫ് ദ ഡേ അവർക്ക് ആ ഫുൾഫിൽമെന്റ് കിട്ടില്ല. അങ്ങനെയുള്ളവരാണ് സക്സസ് കിട്ടിയിട്ട് ചാരിറ്റി ചെയ്യുന്നത്, കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത്. ആ ഫുൾഫിൽമെന്റിന് വേണ്ടിയിട്ടാണ് അവര് ഗിവ് ചെയ്യുന്നത്. സൊസൈറ്റി, സമൂഹം എനിക്ക് ജീവിതം തന്നു, ഞാൻ സമൂഹത്തിന് തിരിച്ചു കൊടുക്കുന്നു എന്ന് കൊടുക്കും. പക്ഷെ എന്നപ്പോലും ഞാൻ അങ്ങനെ ഒരാളെ അറിയും, വളരെ അടുത്തറിയും. അപ്പം അവര് ലൈഫിൽ ഹൈലി സക്സസ്ഫുൾ ആണ് ബിക്കോസ് ഓഫ് ദാറ്റ് പാസ്റ്റ്. ഷെയിം നിന്നാണ് അവർ വന്നത്. പക്ഷെ എന്നാൽ പോലും അവരെത്ര സക്സസ്ഫുൾ ആയാലും അവർക്ക് അപ്പോഴും ഒരു ഹിഡൻ ഇതുണ്ട്. എവിടെയെങ്കിലും അവർ ചെന്ന് കഴിഞ്ഞാൽ അവർ ഉൾവലിഞ്ഞ് നിൽക്കുള്ളൂ. പക്ഷെ അത് പ്രൂവ് ചെയ്യാനായിട്ട് അവര് ട്രാവൽ ചെയ്യുന്നത് ഏറ്റവും പ്രീമിയർ ബെൻസിലും അതും ഇതിലൊക്കെയാണ് ഇടുന്നത്, ഭയങ്കര ബ്രാൻഡഡ് ക്ലോത്ത്സ്. പക്ഷെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവർ പതുക്കെ പുറകോട്ട് മാറും. ഈ ഊണ്ട് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. അത് അഡ്രസ്സ് ചെയ്യാതെ, അത് അവെയർ ആകാതെ, അതിനെ ഹീൽ ചെയ്യാതെ അവർക്ക് ഒരിക്കലും ഒരു റിയൽ ഹാപ്പിനെസ് കിട്ടുകയില്ല. ദിസ് ഈസ് ദ റിയാലിറ്റി. മാം പറയുമ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാം 100% കറക്റ്റ് കേട്ടോ. അപ്പൊ മാമിനെ ബ്ലെസ്സിങ്സ് അല്ലേ തരേണ്ടത്.
ചീത്ത പറയുവാണ്. താങ്ക് യു സോ മച്ച്. ചില ആൾക്കാർ വിചാരിക്കും ഈ ആവശ്യമില്ലാത്ത ഇവർ ഞാൻ അടച്ചു വെച്ചിരുന്ന ഇതെല്ലാം സേഫ് ആയിട്ട് പൂട്ടി വെച്ചിരുന്ന എല്ലാം കൂടെ വാരി വലിച്ചിടിപ്പിച്ച ഉള്ള സമാധാനത്തെ കളഞ്ഞിരിക്കും. ബട്ട് ദിസ് ഇസ് വെരി താങ്ക് യു സോ അങ്ങനെ മച്ച്. തോന്നിയിട്ടില്ല ഞങ്ങൾക്ക്. മാം താങ്ക് പറഞ്ഞ പോലെ മാം പറഞ്ഞത് parents ചെറുപ്പത്തിലെ രണ്ട് പോയി അപ്പൊ എന്റെ സ്നേഹികളെല്ലാം പെട്ടെന്ന് ഉണ്ടായിരുന്നു. ഒന്നുമില്ല പക്ഷെ അതുകൊണ്ട് ഞാൻ ബ്രേക്ക് ചെയ്യുന്നുണ്ടല്ലോ വോയിസ് പറയുന്നത്. ക്ലിയർ അല്ല. വോയിസ് ബ്രേക്ക് Voice break. ചെയ്യുന്നു. ഇന്നലെ മാമിനെ സ്വപ്നം കണ്ടിരുന്നു മാം. താങ്ക് യു. ഇത് ഹീലിംഗ് ക്ലാസ് ഇതല്ല ചൈൽഡ്ഹുഡ് യെല്ലോ ഇത് കളർ ഞാൻ പറയാൻ ചുരിദാർ വന്നത് ഇട്ടിട്ട് എന്റെ പേരൻസ് മരിച്ചുപോയി. എന്റെ ഗ്രാൻഡ് പേരൻസ് മരിച്ചുപോയി പെട്ടെന്ന്. എന്റെ ഫാദർ മരിച്ചുപോയി. അപ്പൊ എന്റെ ഒരു ചെറുപ്പം മുതലുണ്ടായിരുന്ന ഒരു ബിലീഫ് സിസ്റ്റം എന്നെ സ്നേഹിക്കുന്നവരെല്ലാരും മരിച്ചു പോകും എന്നുള്ളതായിരുന്നു. അപ്പൊ അതുകൊണ്ട് കല്യാണം ഒക്കെ കഴിഞ്ഞു വന്നപ്പം എന്റെ ഏറ്റവും വലിയ ഭയമായിരുന്നു എന്റെ ഭർത്താവ് മരിച്ചു പോകും എന്നുള്ള തോന്നലായിരുന്നു. ഒരു യാത്രയ്ക്ക് പുറപ്പെട്ട് വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ എനിക്ക് ഭയങ്കര ഭയമാണ്. തിരിച്ചു വരുന്നിടം വരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇപ്പോഴാണ് അത് മനസ്സിലാകുന്നത്. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് പണം, ഒരുപാട് മേഖലകളിൽ നിന്ന് പൈസ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നു. എന്ത് ബിസിനസ് ചെയ്താലും പൈസ ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ഈ പണം സേഫ് ആയിട്ട് വെച്ചില്ല. കാരണം എന്റെ വിചാരം പണം സേഫായി വെച്ചാൽ ഇവിടെ ഒരു നഷ്ടം എനിക്ക് സംഭവിക്കും. അതുകൊണ്ട് പണമല്ലേ അത് പൊക്കോട്ടെ. ഇപ്പൊ മാം പറഞ്ഞപ്പോഴാണ് അതുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. പണമല്ലേ അത് പൊക്കോട്ടെ, പക്ഷെ എനിക്ക് ആളെ കിട്ടണമല്ലോ. അപ്പൊ അതുകൊണ്ട് പണം വന്നത് ഞാൻ ഒരിക്കലും സേഫ് ആയിട്ട് വെച്ചില്ല. പണം വന്നത് പൊക്കോട്ടെ, ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റോ ഒന്നും എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല. അതേ പാറ്റേൺ തന്നെ എന്റെ കുട്ടികൾക്ക് ഞാൻ കൊടുത്തു. മാമിന്റെ ഹീലിംഗ് സെഷനിൽ വന്നപ്പോഴാണ് സത്യത്തിൽ ആ ഒരു പാറ്റേൺ എല്ലാം ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. താങ്ക് യു സോ മച്ച്. 100% ട്രൂ ആണത്. ലിമിറ്റിംഗ് നമുക്ക് ആ fear ബിഹേവിയർ ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സ്കേഴ്സിറ്റിയിൽ ലിവ് ചെയ്യും. നമ്മൾ അവിടെ ഫോക്കസ് കൊടുക്കത്തില്ല. നമ്മൾ കംപ്ലീറ്റ് ലൈഫ് നിൽക്കുന്ന ഈ ഊണ്ടിൽ നിന്നാണ്, ഈ ഫിയറിൽ നിന്നാണ്, ഈ ഒരു ലോസിൽ നിന്നാണ്. എസ്പെഷ്യലി ഫിയർ ഓഫ് ലോസ് എന്ന് പറയുന്നത് ഭയങ്കര. അതിപ്പോ നമുക്ക് ആരും ആകാം. പാരൻസ് ആകാം, ഗ്രാൻഡ് പാരൻസ് ആകാം, മക്കളാകാം, ഇതാരും ആകാം. ഇത് ആ ഊണ്ടൊക്കെ ആ ഗ്രീഫിലൊക്കെ ഹീല് ചെയ്തില്ല എങ്കിൽ അതുപോലെ തന്നെ ഷെയിം, ഇതെല്ലാം ഈ പറഞ്ഞ റിലേഷൻഷിപ്പിനെയും മണിയെയും നമ്മുടെ കരിയറിനെയും പേർപ്പസിനെയും ഒക്കെ ബാധിക്കും. സോ വർക്ക് ഓൺ ദാറ്റ്. ആൻഡ് താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ചോദ്യവും എന്തെങ്കിലും ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും വേറൊരു സംഭവമായിട്ട് കാണാം. അപ്പോൾ എനിത്തിങ് എൽസ് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇതിന്റെ റെക്കോർഡിംഗ് ഞാൻ അവൈലബിൾ ആക്കും. കാരണം വീണ്ടും വീണ്ടും കേൾക്കണം. എന്നാലായിരിക്കും നിങ്ങൾക്ക് അതിന്റെ ഡീപ്പർ ലെവലിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുക. ഞാൻ ഈ 1 മണിക്കൂറിൽ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോകും. പലരും പറയുന്നത് അതാണ്, ഞാൻ ഫാസ്റ്റായിട്ട് പോകുന്നു, കണ്ടന്റ് ഭയങ്കര കട്ടിയാണ്, അത് മനസ്സിലാക്കാനുള്ള ഗ്യാപ്പ് തരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഐ നോ ദാറ്റ് വേ. പക്ഷെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള ഇന്റൻഷൻ കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. താങ്ക് യു വൺസ് അഗൈൻ. Thank you, ma'am. Thank you so Thank much, you. ma'am. Bye. See you then. Thank Have you, a great weekend. Bye bye. Thank you. താങ്ക് യു മാം.